السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم إنا نعوذ بك من أن نشرك بك ونحن نعلم ونستغفرك لما لا نعلم. اللهم خلصنا من الرياء والسمعة والشرك الأكبر والأصغر. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. സഹോദരങ്ങളെ, സൂറത്തു അശ്റഹ്, അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് 8 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്ത് മക്കിയായ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ മദീന ഹിജറക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. അലം നശ്റഹ് ലക സദ്റക്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അലം നശ്റഹ്, നാം വിശാലമാക്കിയില്ലയോ. ശറഹ എന്ന് പറഞ്ഞാൽ വിശാലമാക്കുക. അതുകൊണ്ടാണ് വിശദീകരണത്തിന് ഷറഹ് എന്ന് പറയുന്നത്. ഒരു ഹദീസിന്റെ ഷറഹ് എന്ന് പറയും. എന്താണ്? അതിനെ വിസ്തൃതമാക്കുക, നീട്ടിപ്പരത്തുക, വിശദാംശങ്ങൾ പറയുക. അലം നശ്റഹ്, നാം വിശാലമാക്കി തന്നില്ലയോ. അലം നശ്റഹ്, നാം വിശാലമാക്കി തന്നില്ലയോ. അലം എന്നത് ചോദ്യത്തിനുള്ള ഒരു ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആലത്താണ്, ഒരു ഭാഷയിലെ ഉപകരണമാണത്. അലം, ഇല്ലയോ. അലം നശ്റഹ്, നാം വിശാലമാക്കി തന്നില്ലയോ. ലക, നിനക്ക്. സദ്റക്, നിന്റെ സദർ, നിന്റെ നെഞ്ച് എന്ന് പറഞ്ഞാൽ ഖൽബക്, നിന്റെ ഖൽബ്. ഖൽബ് എവിടെയാണുള്ളത്? സദറിലാണ്. ഏതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്? ഖൽബ് കൊണ്ടാണ്. അത് ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമാക്കിയ കാര്യമാണ്. അലം നശ്റഹ് ലക സദ്റക് അലം നജ്അൽ ലഹു ഐനൈൻ എന്നതുപോലെ. അലം നജ്അൽ ലഹു ഐനൈൻ, അവന് നാം 2 കണ്ണുകളെ ഏർപ്പെടുത്തിയില്ലയോ. വലിസാനൻ വശഫതൈൻ, ഒരു നാവും 2 ചുണ്ടുകളും കൊടുത്തില്ലയോ എന്നതുപോലെയാണ്. അലം യഅലം ബിഅന്ന അല്ലാഹ യറ, അവൻ അറിഞ്ഞില്ലേ. ബിഅന്ന അല്ലാഹ യറ, അല്ലാഹു കാണുന്നുണ്ടെന്ന്. അലം നശ്റഹ് ലക സദ്റക്, നിനക്ക് നാം നിന്റെ ഖൽബ് വിശാലമാക്കി തന്നില്ലയോ. ശറഹ് സുദൂർ, അതുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഖുർആനിൽ വേറെയും കാണാം. വമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, ആരെ അല്ലാഹു ഹിദായത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലാഹു അവന്റെ ഹൃദയം ഇസ്ലാമിലേക്ക് ഷറഹാക്കി കൊടുക്കും. അത് അല്ലാഹു ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വവദഅനാ അൻക വിസ്റക്, വദഅ എന്ന് പറഞ്ഞാൽ എടുത്തു വെക്കുക എന്നാണ്. വദഅ, എടുത്തു വെക്കുക. മൗദൂഅ എന്താണത്? കെട്ടിയുണ്ടാക്കുക എന്നുള്ള അർത്ഥം. ഒരാൾ അയാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു വെച്ചതാണത്. അത് അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വീകരിച്ചതല്ല. വദഅ എന്ന് പറഞ്ഞാൽ വെച്ചു. വവദഅന, നാം വെച്ചില്ലയോ, നാം എടുത്തു വെച്ചില്ലയോ. അൻക, നിന്നിൽ നിന്ന്. വിസ്റക്, വിസ്ർ എന്ന് പറഞ്ഞാൽ ഭാരം. ഭാരം എന്നാണ് അതിന്റെ ഭാഷാർത്ഥം. പാപങ്ങളുടെ ഭാരം എന്നാണ് ഇവിടെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിമാർ എല്ലാം മഅസൂമുകളാണ്, പാപസുരക്ഷിതരാണ്. എന്നാൽ അവർക്ക് സംഭവിക്കുന്ന മാനുഷികമായ അബദ്ധങ്ങൾ, മറവികൾ, അതിനെ തന്നെ അള്ളാഹു ദൻബ്, പാപമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതുപോലും വളരെ വലുതാണ്.
ليغفر لك الله ما تقدم من ذنبك وما تأخر. الله سورة محمد പറഞ്ഞു, സൂറത്തു ഫത്ഹിലോ മുഹമ്മദിലാണ് അള്ളാഹു പറഞ്ഞു, നാം നിനക്ക് അള്ളാഹു പുറത്തു തരുവാൻ മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, നിന്റെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ദംബ്, പാപങ്ങൾ. പാപം എന്ന് പറഞ്ഞാൽ നബിമാരുടെ പാപങ്ങൾ എന്താണ്? മാനുഷികമായ അബദ്ധങ്ങൾ, അതുപോലെ മറവികൾ. അതാണ് നിന്റെ ഭാരം, അത് നാം എടുത്തു വെച്ചല്ലോ. വിസർ എന്ന വാക്ക് ഖുർആനിൽ വേറെയും വന്നിട്ടുള്ളതാണ്. വലാ തസിറു വാസിറത്തുൻ വിസറ ഉഖറ, വലാ തസിറു ചുമക്കുകയില്ല, വാസിറത്തുൻ ഒരു ചുമക്കുന്ന ആളും, വിസറ ഉഖറ മറ്റൊരുത്തന്റെ വിസർ, മറ്റൊരുത്തന്റെ ഭാണ്ഡം, പാപഭാരം. മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ പറയാം, പാപഭാരം. വവദഅനാ അൻക വിസ്റക്, നിന്റെ വിസർ നാം എടുത്തു വെച്ചില്ലയോ? അലം നശറഹ് ലക സദ്റക് വദഅനാ അൻക വിസ്റക്. ഇനി അല്ലദീ എന്നത് വിസറിലേക്കാണ്. അതായത് എങ്ങനത്തെ വിസറാണത്? അൻഖബ ലഹറക്. ലഹർ എന്ന് പറഞ്ഞാൽ പുറം എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഈ നടുവിന് നമ്മൾ തുറന്നു പറയാറുണ്ടല്ലോ, പുറത്തുനിന്ന് പറയല്ലോ, മുതുക് എന്ന് പറയാറുണ്ടല്ലോ, പുറം എന്ന് പറയാറുണ്ട്. ലഹർ, പുറം എന്ന വാക്ക് നമ്മൾ എന്തൊക്കെ പറയും? നമ്മുടെ ഈ ശരീരത്തിന്റെ ഈ ഭാഗത്തിനും പുറം എന്ന് പറയാറുണ്ട്. അതുപോലെ ഒരു ഭാഗത്തിന്റെ ഉൾഭാഗവും പുറം ഭാഗവും. അതുപോലെ തന്നെയാണ് അറബിയിൽ ലഹർ എന്ന വാക്ക്. പുറത്തിന് ഈ മുതുകിന് ഉപയോഗിക്കും. അതുപോലെ ഒരു വസ്തുവിന്റെ ലഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ കയ്യിന്റെ ലഹർ ഏതാ? ഇതാണ്. കൈന്റെ ബത്തുന് ഏതാണ്? ഇതാണ്. ബത്തുനും ലഹറും, ബത്തുനും ലഹറും. ശരീരത്തിലും അങ്ങനെ തന്നെ. ഇതിന് ബത്തുൻ എന്ന് പറയും, വയറിന്. പുറത്തോ ലഹർ, വെളിവായി കാണുന്ന ഭാഗം, അതാണ്. അതിനൊക്കെ ലഹർ എന്ന് പറയാം. ലഹറുൽ ബൈത്ത്, വീട്ടിന്റെ പുറത്ത്. വീട്ടിന്റെ പുറത്ത് അറബിയിൽ എന്ത് പറയും? ലഹറുൽ ബൈത്ത്, വീട്ടിന്റെ പുറത്ത്. മലയാളത്തിൽ നമ്മൾ പുറം എന്ന് ശരീരാവയവത്തിനും അതുപോലെ പിന്നെ അകത്ത് എന്നതിന്റെ എതിരായി ഉപയോഗിക്കുന്ന ഇതുപോലെ രണ്ടു നിലക്കും അറബിയിൽ അതുപോലെ ഉപയോഗമുണ്ട് ലഹർ എന്ന വാക്കിന്. ചില വാക്കുകൾ അങ്ങനെ മനസ്സിലാക്കുക. ചില ഭാഷകൾ തമ്മിലുള്ള സാമ്യതകളിൽപ്പെട്ടതാണ്. ഒരു വാക്ക് പല പ്രയോഗങ്ങളിൽ വരുമ്പോഴും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുക എന്നുള്ളത്. ലഹറക് അല്ലദീ അൻഖദ ലഹറക്, നിന്റെ ലഹറിനെ അതെന്താക്കിയിട്ടുണ്ട്? അൻഖദ. അൻഖദ എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ അർത്ഥം അസ്കല. അസ്കല എന്ന് പറഞ്ഞാൽ ഭാരം ചുമത്തുക, ഞെരിച്ചു കളയുക. ഭാരം ചുമന്ന് അതിന്റെ ഒരു ശബ്ദം പുറപ്പെടുമാറ് ഭാരം ചെലുത്തുക, അതിനാണ് അൻഖദ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഇപ്പൊ ഒരു വസ്തുവിന്റെ പുറത്ത്, ഇതിന്റെ പുറത്ത് ഒരു ഭാരമുള്ള വസ്തു വെച്ചു, കുറച്ചുകൂടി ഭാരമുള്ള വസ്തു വെച്ചു, പിന്നെയും ഭാരമുള്ള വസ്തു വെച്ചു. അപ്പൊ എന്ത് കേൾക്കാം? ശബ്ദം കേൾക്കൂല. ഇത് ഞെരിയുന്ന ശബ്ദം, ഇപ്പൊ പൊട്ടിപ്പോകും എന്ന് തോന്നുന്ന നിലക്കുള്ള ഒരു ശബ്ദം. ആ നിലക്ക് ഭാരം ചുമത്തുന്നതിനാണ് എന്ത് പറയുക? അൻഖബ. അൻഖബ അല്ലദീ, ആ ഭാരമുണ്ടല്ലോ, ആ വിസിറുണ്ടല്ലോ, അത് അൻഖബ ഞെരിച്ചമർത്തിയിട്ടുണ്ട്. ലഹറക്ക്, നിന്റെ മുതുകിനെ, നിന്റെ പുറത്തെ. അങ്ങനെയുള്ള ഭാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു വെച്ചിട്ടുള്ളത്. വദഅനാ, നാം എടുത്തു വെച്ചു, അൻക, നിന്നിൽ നിന്ന്, വിസ്റക് അല്ലദീ അൻഖബ ലഹറക് വറഫഅനാ ലക ദിക്റക്. വറഫഅനാ, നാം ഉയർത്തിയിരിക്കുന്നു. റഫഅ എന്ന് പറഞ്ഞാൽ ഉയർത്തുക. റഫഅ അസ്സമാഅ ബിഗൈരി അമദിൻ, അല്ലാഹു ആകാശത്ത് ഉയർത്തിയിരിക്കുന്നു തൂണുകളൊന്നുമില്ലാതെ. വറഫഅനാ, നാം ഉയർത്തിയിരിക്കുന്നു, ലക, നിനക്ക്, ദിക്റക്, നിന്റെ സ്മരണ, നിന്റെ ദിക്ർ, നിന്നെ കുറിച്ചുള്ള ഓർമ്മ, നിന്നെ കുറിച്ചുള്ള വർത്തമാനം. ദിക്ർ എന്ന് പറഞ്ഞാൽ അത് കൽബുകൊണ്ടും നാവുകൊണ്ടും ദിക്റുണ്ട്. കൽബുകൊണ്ടുമുണ്ട്, നാവുകൊണ്ടും ദിക്റുണ്ട്. ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, അല്ലാഹു പറഞ്ഞു നിന്റെ നാവ് ആയിരിക്കട്ടെ. ലാ യസാലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക, നിന്റെ നാവ് ആയിരിക്കട്ടെ, റത്ബൻ, പച്ച പിടിച്ചതായിരിക്കട്ടെ, ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് എന്ന് പറഞ്ഞാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഏറ്റവും ഉപകാരപ്രദമായ ദിക്ർ ഏതാണ്? മാ വാഖഅൽ ഖൽബുൽ ലിസാൻ,
നാവിന്റെ പിന്നാലെ കൽബുള്ള ദിക്റാണ്. നാവ് കൊണ്ട് ഇങ്ങനെ സ്വിച്ചിട്ട പോലെ ഓരോ നിസ്കാരങ്ങൾ അത് ദിക്റല്ല, അത് ദിക്റാവുകയില്ല. മറിച്ച് കൽബെന്ന് വരണം, എന്നിട്ട് നാവ് കൊണ്ട് പറയണം. എന്നാലേ ദിക്റിന്റെ ഉപകാരങ്ങൾ, ദിക്റിനുള്ളതുപോലെ ഉപകാരങ്ങൾ വേറെ ഒന്നിനുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക്കും ബിഖൈരി അഅമാലിക്കും വഅർഫഇഹാ ഫീ ദറജാതിക്കും വഅസ്കാഹാ ഇൻദ മലീകിക്കും വഖൈറുൻ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അനാഖഹും വയദ്രിബു അനാഖക്കും വഖൈറുൻ ലക്കും മിൻ അൻ തുൻഫിഖുൽ ദഹബ വൽ വരിഖ് ഔ കമാ ഖാൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ? ഏറ്റവും നല്ലൊരു അമൽ, നിങ്ങളുടെ പദവികൾ ഉയർത്തുന്ന ഒരു അമൽ, മലീക്കിക്കും, നിങ്ങളുടെ രാജാവായ അള്ളാഹുവിങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായ ഒരു അമൽ, നിങ്ങൾ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാളും, അതുപോലെ നിങ്ങൾ യുദ്ധത്തിന് ചെല്ലുകയും എന്നിട്ട് ശത്രുവിനെ മുഖാമുഖം കാണുകയും ശത്രു നിങ്ങളുടെ പിരടി വെട്ടുകയും നിങ്ങൾ ഇസ്ലാമിന്റെ ശത്രുവിന്റെ പിരടി വെട്ടുകയും ചെയ്യുന്ന ജിഹാദിനേക്കാളും നല്ലൊരു അമൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? സഹാബത്ത് ഏതാണ് നബി അത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ. അത്രയും ശ്രേഷ്ഠകരമായ അമലാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. എല്ലാ അമലും ശ്രേഷ്ഠകരമാകുന്നത് എന്തുകൊണ്ടാണ്? ദിക്ർ കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അയ്യു സായിമി അഅ്ളമു അജ്റ, ഏത് നോമ്പുകാരനാണ് ഏറ്റവും നല്ല പ്രതിഫലമുള്ളത്, ഏത് നിസ്കാരിക്കാരനാണ് ഏറ്റവും നല്ല പ്രതിഫലമുള്ളത്, ഓരോന്ന് ചോദിക്കപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റാ, അവരിൽ ആരാണോ അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഓർക്കുന്നത് അവനാണ്. എല്ലാത്തിനും സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയാണ് പറഞ്ഞത്. അബൂബക്കറും ഉമറും പരസ്പരം പറഞ്ഞു എന്നാണ്, ദഹബ ദാകിറൂന ബികുല്ലി ഖൈർ, ദാകിറുകൾ എല്ലാ ഖൈറും കൊണ്ടുപോയല്ലോ. എല്ലാ ഖൈറും ആര് കൊണ്ടുപോയി? അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകൾ കൊണ്ടുപോയല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അജൽ, അതെ, അങ്ങനെ തന്നെയാണ്. അള്ളാഹു ഒരുപാട് വിശേഷണങ്ങൾ സൂറത്തുൽ അഹ്സാബിലെ ആയത്തിൽ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഒരുപാട് 30ഓളം വിശേഷണങ്ങൾ, 20ഓളം വിശേഷണങ്ങൾ നല്ല ആളുകളുടേതായി പറഞ്ഞു. അവസാനം അല്ലാഹു പറഞ്ഞു, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദ അല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. അല്ലാഹു അവർക്ക് ഏറ്റവും വലിയ പ്രതിഫലം, അതുപോലെ മഗ്ഫിറ ഒരുക്കി വെച്ചിരിക്കും. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ പറയാനുള്ളതാണ് ദിക്ർ. പിശാചിൽ നിന്നുള്ള സംരക്ഷണം, ദീൻ നമുക്ക് എളുപ്പമാകും. അതുപോലെ ദീനിന്റെ ശറായ വിധിവിലക്കുകൾ നമുക്ക് എളുപ്പമായി മാറും. അള്ളാഹു നമ്മളെ കുറിച്ച് അവന്റെ അരികിലുള്ളവരോട് സ്മരിക്കും. അന ഇൻദ ളന്നി അബ്ദി ബി ഫഇൻ ദകറനി ഫീ നഫ്സിഹി ദകർതുഹു ഫീ നഫ്സി വഇൻ ദകറനി ഫീ മലഇൻ ദകർതുഹു ഫീ മലഇൻ ഹും ഖൈറും മിൻഹും. അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഞാൻ എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെ വിചാരിക്കുന്നുവോ അങ്ങനെയായിരിക്കും. അവൻ അവന്റെ നഫ്സിൽ എന്നെ ഓർത്താൽ ഞാൻ എന്റെ നഫ്സിൽ അവനെ ഓർക്കും. അവൻ ഒരു സംഘത്തിനിടയിൽ എന്നെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അവരെക്കാളും നല്ല സംഘത്തിൽ അവനെ കുറിച്ച് പറയും. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, ഫദ്കുറൂനി അസ്കുർകും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ദിക്ർ ചെയ്യൂ, ഞാൻ നിങ്ങളെ ദിക്ർ ചെയ്യാം. അള്ളാഹു നമ്മളെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ദറജ എന്താണുള്ളത്? അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ പണ്ടേയുള്ള ഒരു ചർച്ചയാണ്, ആരാണ് അഫ്ളൽ, ആരാണ് ശ്രേഷ്ഠൻ? അൽ ഗനിയു ഷാകിർ അമിൽ ഫഖീറു സാബിർ? അൽ ഗനിയു ഷാകിർ അം അൽ ഫഖീറു സാബിർ? പണക്കാരൻ, മുഅ്മിനായ ഒരു പണക്കാരൻ, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന, അയാളുടെ പണം കൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന പണക്കാരനാണോ അഫ്ളൽ? അതല്ല ഫഖീറായ ക്ഷമിച്ചു നിൽക്കുന്ന ദരിദ്രനുണ്ടല്ലോ, മുഅ്മിനാണ്, ദരിദ്രനാണ്, പക്ഷെ സാബിറാണ്, ക്ഷമിച്ച് ജീവിക്കുന്ന ദരിദ്രനായ മുഅ്മിനാണോ നല്ലത്? അവനാണോ കൂടുതൽ ശ്രേഷ്ഠത? അതല്ല പണക്കാരനാണ്, ആ പണത്തിന് നന്ദി കാണിക്കുന്ന പണക്കാരനായ മുഅ്മിനാണോ ശ്രേഷ്ഠ? ഇത് പണ്ട് മുതലേ ഉള്ള ഒരഭിപ്രായ വ്യത്യാസമാണ് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ. അതിൽ അല്ലാഹു അലം
പല പണ്ഡിതന്മാരും ശ്രേഷ്ഠത പറയുന്നത് അൽ ഫഖീറു സാബിറിനാണ്. എന്നിട്ട് അതിന് കാരണം പറയുന്നത് ദിക്റിനെ കുറിച്ച് പറയപ്പെട്ട ഹദീസുകളാണ്, ഈ പറയപ്പെട്ട ഹദീസുകൾ. കാരണം അതിന് കൂടുതൽ അത് ചെയ്യുന്നത് ആരായിരിക്കും? പൊതുവെ വല്ലാഹു അലം ഫഖീറായിരിക്കും. വല്ലാഹു അലം. അതാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. അത് നാവ് കൊണ്ടുമുണ്ട്, ഖൽബ് കൊണ്ടും. വറഫഅനാ ലക ദിക്റക്, നബിയെ താങ്കളുടെ ദിക്ർ നാം ഉയർത്തി. ഇതെല്ലാം അലം എന്നതിലേക്ക് ചേർത്ത് വായിക്കുക. നാം നിന്റെ ഖൽബ് വിശാലമാക്കി തന്നില്ലയോ? നിന്റെ വിസിർ, നിന്റെ മുതുകിനെ നെരിച്ചു കളയുന്ന വിസിർ നാം എടുത്തു തന്നില്ലയോ? വറഫഅനാ ലക ദിക്റക്, നിന്റെ ദിക്ർ നാം ഉയർത്തി തന്നില്ലയോ? ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഫഇന്ന തീർച്ചയായുമുണ്ട് മഅൽ ഉസ്രി, ഉസ്റിന്റെ കൂടെ യുസ്ർ. ഉസ്ർ എന്നാൽ പ്രയാസം, യുസ്ർ എന്നാൽ എളുപ്പം. ഒറ്റ ഒരു ഉച്ചാരണം മാറിയാൽ നേരെ വിപരീത അർത്ഥം കിട്ടും. ആജിലും ആജിലും പോലെ. ആജിൽ ഏതാ? പരലോകം. ആജിൽ എന്താണ്? ആജിൽ ഇഹലോകം, ആജിൽ പരലോകം. ഐന് വെച്ച് പറഞ്ഞാൽ ഈ ലോകമാണ്, എന്നാൽ ഹംസ പറഞ്ഞാൽ പരലോകം എന്നതുപോലെ. എന്താണ്? പ്രയാസം. പ്രയാസം, യുസർ എളുപ്പം. പറയാൻ ഏതാ പ്രയാസം? ഉസ്ർ എന്ന് പറയാനാണോ പ്രയാസം? യുസർ എന്ന് പറയാനാണോ? ഉസ്ർ എന്ന് പറയാനാണ് അല്ലെ? ഉസ്ർ എന്ന് പറയാനാണ് പ്രയാസം, യുസർ എന്ന് പറയാൻ എളുപ്പമാണ്. അതങ്ങനെ തന്നെയാണ്. ഉസ്റാണ് പ്രയാസം, യുസർ എളുപ്പം. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തിന്റെ കൂടെ യുസ്റൻ എളുപ്പമുണ്ട്. വീണ്ടും ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഉസ്റിന്റെ കൂടെ പ്രയാസത്തിന്റെ കൂടെ യുസ്റൻ എളുപ്പമുണ്ട്. ഫഇദാ ഫറഗ്ത ഫൻസബ്, ഫഇദാ ഫറഗ്ത, നീ ഒഴിഞ്ഞാൽ. ഫറഗ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിയുക, ഒരു പണിയിൽ നിന്ന് ഒഴിവായി, ഫ്രീ ആകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 പ്രയോജനപ്പെടുത്തണം. അതിലൊന്നാണ് ഫറാഗക ഖബ്ല ശുഗ്ലിക്, നിനക്ക് ശുഗ്ൽ വരുന്നതിന് മുമ്പ് ഫറാഗിനെ, ഒഴിവ് സമയത്തെ പ്രയോജനപ്പെടുത്തുക. അസ്സഹത്ത് വൽ ഫറാഗ്, ജനങ്ങൾ കൂടുതലും അശ്രദ്ധരായിട്ടുള്ള 2 അനുഗ്രഹങ്ങൾ, ആരോഗ്യവും ഫറാഗ് ഒഴിവ് സമയവും. അല്ലാഹു പറഞ്ഞു, യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ബാക്കി എന്താണ്? സനഫ്റുഗു ലക്കും അയ്യുഹ അസ്തഖലാൻ. അല്ലാഹു അവനെ കുറിച്ച് പറഞ്ഞു, യസ്അലുഹു, അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളവരുമെല്ലാം, കുല്ല യൗമിൻ, എല്ലാ ദിവസവും, ഹുവ ഫീ ശഅൻ, അവനവന്റെ കാര്യത്തിലാണുള്ളത്. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യത്തിലാണുള്ളത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, അതുകൊണ്ട് നിങ്ങൾ ജിന്നുവർഗത്തോടും മനുഷ്യവർഗത്തോടും ചോദിക്കുകയാണ്, നിങ്ങളുടെ റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏതിനാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? സനഫ്റുഗു ലക്കും. എന്നിട്ട് അല്ലാഹു പറയാം, എത്ര താക്കീതുണ്ട് ആയത്തിൽ, എത്ര വലിയ വാഗ്ദാനമുണ്ട് ആയത്തിൽ. എല്ലാ ദിവസവും അല്ലാഹു അവന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുകയാണ്, സനഫ്റുഗു ലക്കും, നിങ്ങൾക്ക് വേണ്ടി നാം ഒഴിഞ്ഞിരിക്കുന്നതാണ്. അയ്യുഹസ് സഖലാൻ, ജിന്നുവർഗമേ മനുഷ്യവർഗമേ, ഭാരിച്ച 2 സംഘങ്ങളെ നിങ്ങൾക്ക് വേണ്ടി നാം ഒരു ദിവസം ഒഴിഞ്ഞിരിക്കുന്നതാണ്. എത്ര വലിയ താക്കീതാണ് അതിലുള്ള. ഫറാഗ്, ഒഴിഞ്ഞിരിക്കുക. ഫൈദാ ഫറഗ്ത, നീ ഒഴിഞ്ഞാൽ, നിന്റെ ജോലികളിൽ നിന്ന് ഒഴിവായാൽ, ഫൻസബ്, നീ അധ്വാനിക്കുക, നീ വീണ്ടും അധ്വാനിക്കുക. ഒഴിഞ്ഞാൽ വീണ്ടും അധ്വാനിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഈ സൂറത്തിന്റെ തുടക്കം എന്താണ്? അലം നശ്റഹ് ലക സദ്റക ഫഇദാ ഫറഗ്ത ഫൻസബ്. ഈ 2 ആയത്തും തമ്മിൽ ബന്ധമുണ്ടെന്നാണ്. എന്താണ് ബന്ധം? കാരണം പൊതുവെ നമ്മൾ ആളുകളോട് പറയാറുള്ള എന്താണ്? എല്ലാവരോടും ഒരു ജോലി കഴിഞ്ഞാൽ കുറച്ച് വിശ്രമിച്ചോളൂ എന്നാണല്ലോ. ഒരു ജോലി കഴിഞ്ഞാൽ ഇനി വിശ്രമിച്ചോളൂ എന്നാണ്. അള്ളാഹു അവന്റെ റസൂലിനോട് പറയാം, നീ ഒഴിഞ്ഞാൽ ഫൻസബ്, നീ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഖൈർ കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഖൈറിലേക്ക് പ്രവേശിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രാപ്തി കിട്ടിയത് എവിടുന്നാണ്? അലം നശ്റഹ് ലക സദ്റക, നിന്റെ ഹൃദയത്തെ നാം
വിശാലമാക്കി തന്നില്ലയോ? ഇൻഷിറാഹു സദർ, അതുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇൻഷിറാഹു സദറിനുള്ള മാർഗമാണ് ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഇസ്ലാമിന്റെ വിധികൾ, വിലക്കുകൾ, ഇസ്ലാമിന്റെ കർമ്മങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഹലാവത്തുൽ ഈമാൻ, ഈമാന്റെ മാധുര്യമുള്ള ആളുകൾക്ക് അത് എളുപ്പമായിരിക്കും. ഖൈറുകൾ തുടരെ ചെയ്യുവാൻ. അങ്ങനെയാണ് ഖൈറുകൾ വ്യത്യസ്തമാണ്. നമസ്കാരം പോലെയല്ല സക്കാത്ത്, സദഖ അതുപോലെയല്ല, ജിഹാദ് അതുപോലെയല്ല, ഹജ്ജ് അതുപോലെയല്ല, കുടുംബത്തെ നോക്കുക അതുപോലെയല്ല. ഓരോന്നും ഓരോ രീതിയിലാണ്. ഏത് സമയത്തും അള്ളാഹു നമുക്ക് ഏത് കർമ്മങ്ങളും നമുക്ക് പുണ്യം ലഭിക്കാൻ ഉള്ള മാർഗത്തിലാക്കാൻ അള്ളാഹു നമുക്ക് അവസരം തന്നിട്ടുണ്ട്. നീയത്തിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു പിടി ഉരുള പോലും പോട്ടെ, അതിനേക്കാളും അതിന്റെയും അപ്പുറത്തുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീ ബുദ്അഇഹദികും സദഖ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ പോലും നിങ്ങൾക്ക് സദഖയുണ്ട്. സഹാബത്ത് ചോദിച്ചു, നബിയെ, ഞങ്ങൾ ഞങ്ങളുടെ ശഹ്വ, ശരീരത്തിന്റെ ആഗ്രഹം തീർക്കുന്നതിൽ ഞങ്ങൾക്ക് പുണ്യമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ, അത് നിങ്ങൾ ഹറാമിലാണ് തീർക്കുന്നതെങ്കിൽ അക്കാന അലൈഹി വിസ്ർ, അവന് വിസ്ർ ഉണ്ടാവുകയില്ലേ? ഈ ആയത്തിലൊന്നാക്കാണത് വിസ്ർ. എങ്കിൽ അത് ഹലാലിൽ അത് ക്ഷമിപ്പിച്ചാൽ അവന് ഖൈറുണ്ടാകും. ഇബ്നു ഹജർ പറഞ്ഞു, നേരത്തെ വായിലേക്ക് ഉരുള വെച്ചു കൊടുക്കുന്നത് പുണ്യകരമാണെന്ന് പറഞ്ഞതിനേക്കാൾ അപ്പുറത്താണിത്. സഹീഹ് ബുഖാരിയുടെ വിശദീകരണത്തിൽ ഇബ്നു ഹജർ പറഞ്ഞതാണ്. കാരണം ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്, മനുഷ്യന്റെ ആഗ്രഹമാണ്. അതിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം വെച്ചിരിക്കുന്നു നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അഹ്ലുൽ യഖ്ള, ഉണർച്ചയുള്ള ആളുകൾ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകൾ, അവരുടെ ആദാത്ത് പോലും ഇബാദത്താണ്. ആദത്തുണ്ടല്ലോ, നമ്മൾ സാധാരണ ശീലത്തിന് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലും ഇബാദത്തായി മാറും. എങ്ങനെ? അവരുടെ നിയ്യത്ത് കാരണത്താൽ. എന്നാൽ അഹ്ലുൽ ഗഫ്ല, അശ്രദ്ധരായ ആളുകൾ, ഇങ്ങനെ ഒരു അന്തമില്ലാതെ നടക്കുന്ന ആളുകൾ, അവരുടെ ഇബാദത്ത് ഒരു ആദത്തായിരിക്കും. പുണ്യം കിട്ടേണ്ട കാര്യമാണ്, പക്ഷെ അവന്റെ നിയ്യത്തും ശ്രദ്ധയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താവും? അത് വെറും ഒരു ആദത്ത് മാത്രം, ശീലം മാത്രമായി മാറും. അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുകയില്ല. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, ഫഇദാ ഫറഗ്ത ഫൻസബ്, നീ ഒഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഫൻസബ്, നീ അധ്വാനിക്കുക. വഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക് ഫർഗബ്, നീ റഗ്ബത്ത് കാണിക്കുക. റഗ്ബത്ത് എന്താണ്? ആഗ്രഹം. ഇലാ റബ്ബിക എന്നുള്ളത് ആദ്യം പറഞ്ഞു, അപ്പൊ എന്ത് കിട്ടി? നിന്റെ റബ്ബിലേക്ക് മാത്രം നീ ആഗ്രഹിക്കുക, ജനങ്ങളിലേക്ക് നീ ആഗ്രഹിച്ചിട്ടല്ലാതിരിക്കുക. വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, അല്ലാഹുവിനോട് നീ ഫദ്ല് ചോദിക്കുക. ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമാ. സൂറത്തു നിസാഇൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹു എല്ലാ കാര്യത്തെയും കുറിച്ച് അറിയുന്നവനാണ്, എല്ലാ ഖജനാവുകളും അല്ലാഹുവിന്റെ കയ്യിലാണ്. പിന്നെന്തിന് നീ ജനങ്ങളോട് ചോദിക്കണം? നിന്റെ റബ്ബിനോട് ചോദിക്കുക, റബ്ബിൽ നീ തവക്കുലാക്കുക. വഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക് ഫർഗബ്, നീ ആഗ്രഹിക്കുക. നബിമാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറഞ്ഞതാണ് നബിമാരുടെ സ്വഭാവം എന്താണ്? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ മുന്നേറുന്ന ആളുകളായിരുന്നു അവർ, നന്മകൾ മത്സരിക്കുന്ന ആളുകളായിരുന്നു അവർ. വയദഊനന, നമ്മോട് ദുആ ചെയ്യുന്ന ആളുകളാണ്. റഗബൻ വറഹബ, ആ റഗബാണ് ഇവിടെ പറഞ്ഞത്, ആഗ്രഹത്തോടെ, അതുപോലെ ഭയപ്പാടോടെ. നിന്റെ റബ്ബിലേക്ക് നീ റഗ്ബത്ത് കാണിക്കുക. ഇലാ റബ്ബിക എന്നുള്ളത് ആദ്യം പറഞ്ഞതുകൊണ്ട് എന്ത് കിട്ടും നമുക്ക്? റബ്ബിലേക്ക് മാത്രം. അത് ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്. വായിക്കാം ഇൻഷാ അല്ലാഹ്. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയ ശേഷം നമുക്ക് തഫ്സീർ വായിക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك. ألم نشرح لك صدرك. ألم نشرح لك صدرك. ألم نشرح لك صدرك.
ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب ألم نشرح ഹാ ആണത്. ഹാ ശരിക്കും ഉച്ചരിക്കണം. ഹാ വേറെ ഹാ വേറെ, ഹാ വേറെ ഹാ വേറെ. അലം നശ്റഹ് ലക സദ്റക. ഖാഫും കാഫും പലരും ഒരുപോലെയാണ് ഉച്ചരിക്കുന്നത് കേൾക്കാറുള്ളത്. തെറ്റാണ്. ലക അത് വേറെ. അതുപോലെ അൻഖബ അത് ഖാഫാണ്. അൻഖ അത് തൊണ്ടയിൽ വരണം. ഖ ഇതോ ക. ലക സദ്റക. വവദഅന ബാഉം ബാദും ഐനും. വാവ് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? ചുണ്ടുകൾ രണ്ടും കൂട്ടിപ്പിടിച്ചിട്ട് വവദഅന അൻക. സുക്കൂൺ ചെയ്ത നൂനാണ്. അതിനുശേഷം കാഫ് വന്നാൽ തജ്വീദിലെ നിയമം അൽ ഇഖ്ഫാഉ ബിഗുന്ന, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കാനാണ്. അൻക വിസ്റക, അൻക വിസ്റക. അല്ലദീ അവിടെ മദ്ദുണ്ട്, ശേഷം ഹംസ വന്നതുകൊണ്ടാണ്, നീട്ടാനുള്ള യായിന് ശേഷം ഹംസ വന്നതുകൊണ്ടാണ് അവിടെ മദ് വന്നിട്ടുള്ളത്. അൻഖബ അവിടെ എങ്ങനെ അൻക പോലെ അൻഖബ ലഹ്റക, അൻഖബ ലഹ്റക. രണ്ടും വേറെ വേറെയാണ്. അൻഖബയുടെ ബാദാണ്, ലഹറിൻ്റെതോ ലാ. ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട്. ബാദ് അൻഖബയുടെ ബാദ് നമ്മൾ ദാല് പറയുന്നത് പോലെ ദ എന്ന് പറയില്ലേ, അതുപോലെയാണ്. അൻഖബ അൻഖബ ലഹ്റക. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്ക്, വ്യത്യാസമുണ്ടോ? അൻഖബ ലഹ്റക. ഒന്ന് ബാദാണ്, ഒന്ന് ബാദ്, മറ്റേത് ലാ. വ്യത്യാസമുണ്ട്. വറഫഅന കാര്യങ്ങളുടേത് കേട്ട് കേട്ട് നമ്മൾ ഉച്ചാരണം ശരിയാക്കണം. മഖ്റജ് ഹർഫിന്റെ മഖ്റജ് മാറിയാൽ അതിന്റെ അർത്ഥം തന്നെ മാറും. അയ്സറും യുസറും പോലെ ആവും. വറഫഅന ലക ദിക്റക. ഫഇന്ന ഇന്ന നൂനൊക്കെ ശബ്ദം വന്നാൽ എവിടെയും മണിച്ചുച്ചരിക്കുക. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. റാ എങ്ങനെയാണ്? റോ എന്നാണ്, റാ അല്ല റോ. യുസ്റാ. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഫഇദാ ഫറഗ്ത ഫൻസബ്. ബായിൽ നിർത്തുമ്പോൾ ബാ നന്നായി കേൾക്കണം. ബായിന് ഹർക്കത്തുള്ളതുപോലെ കേൾക്കണം. ഫൻസബ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് മിൻ ശർരി മാ ഖലഖ മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് എന്നതുപോലെ. ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. അങ്ങനെയാണ് ഓതേണ്ടത്. ഈ സൂറത്ത് എല്ലാവർക്കും ഹിഫ്ളുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ഹിഫ്ളില്ലാത്ത ആളുകൾ ചെറിയ ചെറിയ സൂറത്തുകൾ ഹിഫ്ളാക്കി തുടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇവിടെ ബുദ്ഹായിൽ വളരെ മദീനക്കടുത്തുള്ള 2 സ്ഥലങ്ങൾ പറഞ്ഞിട്ട് അവിടെ പോയി 2 ചുവന്ന ഒട്ടകങ്ങൾ കിട്ടാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ഒരു തെറ്റും ചെയ്യാതെ, ഒരു കുടുംബബന്ധവും മുറിക്കാതെ, ഒരു ഹറാമും ചെയ്യാതെ മദീനക്കടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി ചുവന്ന ഒട്ടകങ്ങൾ കിട്ടാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ആ കാലത്തെ ഏറ്റവും മുന്തിയ തരം വാഹനമാണ്. ഇക്കാലത്തെ ഏറ്റവും മുന്തിയ ഒരു വാഹനത്തെ കുറിച്ച് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. അതുപോലെ അതിനേക്കാൾ ഉപകാരമുള്ളതാണ് ഒട്ടകം. ഒട്ടകം വെറുതെ കയറി പോകാൻ മാത്രമല്ല, അതിന് ഒരുപാട് ഉപകാരങ്ങൾ വേറെയുമുണ്ട്. അത്രയും നല്ലതാണ് ചുവന്ന ഒട്ടകങ്ങൾ. അത് കിട്ടാൻ ആരാണ് ആഗ്രഹിക്കാത്ത? ഒരു തെറ്റും ചെയ്യാതെ, ഹറാമൊന്നും ചെയ്യാതെ. സഹാബത്ത് പറഞ്ഞു, എല്ലാവരും ആഗ്രഹിക്കുന്നു, ആരാഗ്രഹിക്കാതിരിക്കും? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനേക്കാൾ നല്ലതാണ് പള്ളിയിൽ വന്നിരുന്ന് നിങ്ങൾ 2 ആയത്തുകൾ പഠിക്കുന്നത്, 2 ഒട്ടകങ്ങളെക്കാൾ. 3 എണ്ണം പഠിച്ചാൽ 3-നേക്കാൾ, 4 എണ്ണം പഠിച്ചാൽ 4-നേക്കാൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഹദീസാണ്. അത്രയും നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുക എന്നുള്ളത്. പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടും. സ്വർഗത്തിൽ നിന്ന് കയറിപ്പോകാൻ പറയും കിതാബ് പഠിച്ച ആളുകളോട്. വറത്തിൽ കമാ കുന്ത തുറത്തിലു ഫി ദുനിയ, ദുനിയാവിൽ നീ ഓതുന്നത് പോലെ സർത്തിയിലൂടെ ഓതിക്കോളൂ. നിന്റെ മഞ്ചിലത്ത് എവിടെയാണ്? നീ ഓതുന്ന അവസാനത്തെ ആയത്തിൽ. അത്രയും പ്രത്യേകതയുണ്ട് അള്ളാഹുവിന്റെ കിതാബ് ഹിഫ്ളാക്കിയാൽ. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഹിഫ്ളാക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ സൂറത്തുകൾ പഠിച്ച് തുടങ്ങുക. അങ്ങനെ പടിപടിയായി കയറിക്കുക. ഒറ്റ ദിവസം കൊണ്ടെല്ലാം പഠിച്ചെടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ കഴിയുകയില്ല. കുറച്ചായി കൊണ്ടുപോവുക. അതാണ് ഏറ്റവും നല്ലത്. ഖൈറുൽ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. ആയിഷ റളിയല്ലാഹു അൻഹാ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ സ്ഥിരമായി ചെയ്യുന്ന അമലാണ്. അത് കുറച്ചാലും ശരി. അള്ളാഹുവിന് ഇഷ്ടം സ്ഥിരമായി ചെയ്യുന്ന അമലുകളാണ്. സ്ഥിരമായി പഠിക്കുക, കുറച്ചായി പഠിക്കുക, ആയത്തുകൾ പഠിക്കുക. മടുപ്പുണ്ടാകുമ്പോൾ വേറെ നല്ല കാര്യങ്ങൾ വായിക്കുക, ഹദീസുകൾ വായിക്കുക, സഹാബത്തിന്റെ ചരിത്രം വായിക്കുക. അങ്ങനെ മടുപ്പില്ലാതെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നത് നമ്മൾ കൊണ്ടുപോവുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഖൈറാനാണ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അബു അബ്ദുറഹ്മാൻ ഉസ്സലമി, അദ്ദേഹം ഈ ഹദീസിന്റെ റാവിമാരിൽപ്പെട്ട ഒരാളാണ്, താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം 30-ലധികം വർഷങ്ങൾ ഖുർആൻ പഠിപ്പിക്കാനിരുന്നു. എന്നിട്ട് ഈ ഹദീസ് അദ്ദേഹം പറഞ്ഞു, ദാഖല്ലദി അഖഅദനി മഖഅദി ഹാദാ. ആ ഹദീസാണ് എന്നെ ഇരുത്തിയിട്ടുള്ളത് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി. 30-ലധികം വർഷങ്ങൾ ഏറ്റവും ചുരുങ്ങിയതാണത്. അതായത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലം തൊട്ട് ഹജ്ജാജിന്റെ കാലം വരെ എന്നാണ് കാലം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കാതിരുന്ന കാലം. അത് ഏറ്റവും മാക്സിമം നോക്കിയാൽ, അഥവാ ഉസ്മാന്റെ തുടക്കം തൊട്ട് ഹജ്ജാജിന്റെ അവസാനം വരെ നോക്കിയാൽ ഇതിനേക്കാളും ഇതിന്റെ ഇരട്ടി വർഷങ്ങൾ വരും. എന്നാൽ ഇത് ഏറ്റവും മിനിമം, അതായത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അവസാനത്തെ സമയവും ഹജ്ജാജിന്റെ ആദ്യ സമയവും അങ്ങനെ കൂട്ടിയിട്ടാണ് 30-ലധികം വർഷങ്ങൾ, 36ഓളം വർഷങ്ങൾ പണ്ഡിതന്മാരെ എണ്ണി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക, ഞാനും നിങ്ങളുമെല്ലാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. فإذا فرغت فانصب وإلى ربك فارغب. ഈ ആയത്തിന്റെ, ഈ സൂറത്തിന്റെ തഫ്സീർ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നിന്ന് വായിക്കുകയാണ്. ഈ സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. യഖൂലു തആല, അല്ലാഹു പറയുന്നു, മുംതന്നൻ അലാ റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുത്തെ അല്ലാഹു ചെയ്ത അനുഗ്രഹം എടുത്തു പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ഖുർആനിൽ പല സ്ഥലത്ത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹം അല്ലാഹു എടുത്തു പറയുക. ജനങ്ങളോട് അല്ലാഹു അവന്റെ അനുഗ്രഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? അതിന് ശുക്ർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽപ്പെട്ടതാണ് അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. സൂറത്തുൻ നബയിലൊക്കെ എത്ര ആയത്തുകൾ. അലം നജഅൽ അർദ മിഹാദ വൽജിബാല ഔതാദ വഖലഖനാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത വജഅൽനാ അൽ-ലൈല ലിബാസ. എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു എടുത്തെടുത്ത് പറഞ്ഞു. അതിനാണ് ഇംതിനാൻ എന്ന് പറയുക. അനുഗ്രഹം അള്ളാഹു എടുത്തു പറയുന്നു നമ്മളോട്. മുംതന്നൻ അലാ റസൂലിഹി, അള്ളാഹു അവന്റെ അനുഗ്രഹം എടുത്തു പറയുന്നു അവന്റെ റസൂലിനോട്. അലം നശ്റഹ് ലക സദ്റക, നിന്റെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലയോ? അക്ഷരാർത്ഥത്തിൽ അള്ളാഹു അത് വിശാലമാക്കിയിട്ടുണ്ട്. എങ്ങനെ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബ് ഒന്നിലധികം തവണ സദ്ർ പിളർന്ന് ഖൽബ് പുറത്തെടുത്ത് അതിൽ മോശമായത് എടുത്തു കളഞ്ഞ് സംസമിൽ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇസ്രാഇന്റെ രാത്രിയിൽ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ ചെറിയ പ്രായത്തിൽ അത് ചെയ്തിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് പറഞ്ഞു, ഞാൻ ആ തുന്നലിന്റെ അലക്കുള്ളത് പുറത്തെടുത്ത് തുന്നില്ലേ, അതിന്റെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആരാണ് പറയുന്നത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. തുന്നിയതിന്റെ അടയാളം. അപ്പൊ അക്ഷരാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സദർ ഷറഹ് ചെയ്തിട്ടുണ്ട്. സദർ ഷറഹ് ചെയ്ത് അത് തുറന്നിട്ടുണ്ട്. തുറക്കുക, അതാണ് ഷറഹ്, വിശാലമാക്കുക. അതോടൊപ്പം മാനവിയായ ഷറഹുമുണ്ട്. ഇത് ശരിയായ അക്ഷരാർത്ഥത്തിലുള്ള ഷറഹാണിത്. അത് ഈ ആയത്തിന്റെ ഹദീസിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്. ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മളൊക്കെ വായിക്കും. അങ്ങനെ വിശാലമാക്കിയിട്ടുണ്ട്. അതുപോലെ മാത്രമല്ല നുവസ്സിഉഹു ലിശറാഇഅദ്ദീൻ,
അള്ളാഹുവിന്റെ ദീനിന്റെ ശരീഅത്തുകൾക്ക് നിന്റെ ഹൃദയത്തെ നാം വിശാലമാക്കിയിട്ടുണ്ട്, ശരീഅത്ത് ഉൾക്കൊള്ളാൻ. വദ്ദഅവതി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ദഅവത്ത് നടത്തുന്നതിന്, അള്ളാഹുലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് നിന്റെ ഹൃദയം നാം വിശാലമാക്കിയിട്ടുണ്ട്. അതിന് വലിയ വിശാലത വേണം. والاتصاف بمكارم الأخلاق, ഏറ്റവും മാന്യമായ സ്വഭാവങ്ങൾ കൊണ്ട് നാം നിന്റെ ഹൃദയത്തെ വിശാലമാക്കിയിട്ടുണ്ട്. وإنك لعلى خلق عظيم. ഏത് സൂറത്താ? സൂറത്തുൽ ഖലം. ആ സൂറത്തിൽ അല്ലാഹു പറഞ്ഞു നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم. صلى الله عليه وسلم الله برنا فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. سورة آل عمران അള്ളാഹു പറഞ്ഞു ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് ലിൻത ലഹും, നീ അവരോട് വളരെ സൗമ്യമായി പെരുമാറുന്നത്. വലൗ കുൻത ഫള്ളൻ, നീ ഒരു പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ, ഗലീദൽ ഖൽബ്, കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ, ലം ഫദ്ദൂ മിൻ ഹൗലിക്, അവരൊക്കെ നിന്നെ വിട്ടു പോയേക്കുമായിരുന്നു, നിന്നെ വിട്ടു പോകുമായിരുന്നു. പക്ഷെ നീ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ലിൻത ലഹും, വളരെ സൗമ്യമായി പെരുമാറുന്ന ആളാണ് നീ. അതുകൊണ്ട് ഫഅഫു അൻഹും, നബി അവർക്ക് വിട്ടുകൊടുത്തേക്ക, മാപ്പ് കൊടുത്തേക്ക. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് നീ ഇസ്തിഗ്ഫാർ നടത്തുക, അവർക്ക് വേണ്ടി പാപമോചനത്തിന് തേടുക. വശാവിർഹും ഫിൽ അംർ, അവരോട് നീ കാര്യങ്ങളിൽ കൂടി ആലോചിക്കുക. അള്ളാഹുവിന്റെ വഹീ കിട്ടുന്ന നബിയോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടുള്ളത്. അത് അവരെ ആദരിക്കലാണ്. ഫഇദാ അസംത, അങ്ങനെ നീ തീരുമാനിച്ചാൽ ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കുലാക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അള്ളാഹു തവക്കുലാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഇയൻസുറുക്കും അല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇയഖ്ദുൽക്കും ഫമൻ ദല്ലദി യൻസുറുക്കും മിൻ ബഅദിഹി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അടുത്ത ആയതാണ് അള്ളാഹു തവക്കുലാക്കുക, അള്ളാഹു തവക്കുലാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഇയൻസുറുക്കും അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ ഫലാ ഗാലിബ ലക്കും, പിന്നെ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആരുമില്ല. വയഖ്ദുൽക്കും, ഇനി അല്ലാഹു നിങ്ങളെ കൈവെടിയുകയാണെങ്കിൽ ഫമൻ ദല്ലദി യൻസുറുക്കും മിൻ ബഅദി, അവനെ കഴിഞ്ഞ് പിന്നെ ആരുണ്ട് നിങ്ങളെ സഹായിക്കാൻ? വയഖ്ദുൽക്കും, അല്ലാഹു നിങ്ങളെ കൈവിട്ടാൽ പിന്നെ ആരുണ്ട് നിങ്ങളെ സഹായിക്കാൻ? വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് മുഅ്മിനുകൾ ആരിൽ തവക്കുലാക്കട്ടെ? അല്ലാഹുവിൽ തവക്കുലാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഏറ്റവും വിശിഷ്ടമായ സ്വഭാവമാണ്. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുടെ ഹൃദയം വിശാലമാക്കിയിരിക്കുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീൻ ഫമാ ഖാല ലി ഉഫ്ഫിൻ ഖത്തു വലാ ലിശൈഇൻ സനഅതുഹു ലിമ സനഅതഹു വലാ ലിശൈഇൻ തറക്തുഹു ലിമ തറക്തഹു വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ അഹ്സനിൻ നാസി ഖുലുഖാ. അനസ് പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം സേവനം ചെയ്തു. ഈ 10 വർഷത്തിനിടയിൽ ഒരു തവണ പോലും നബി എന്നോട് ഉഫ്ഫിൻ എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ലിമ സനഅത, എന്തിനങ്ങനെ ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടില്ല. വലാ ലിശൈഇൻ തറക്തു, ഞാനൊരു കാര്യം ചെയ്യാതെ പോയിട്ട് ലിമ തറക്ത, എന്തങ്ങനെ ചെയ്യാതിരുന്നത് എന്നൊരു രൂക്ഷമായ ശൈലിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടില്ല. ആരാ ഇത്? നബിയുടെ സേവകനാണ്, നബിയുടെ ഖാദിമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷം നബിക്ക് ഖിദ്മത്ത് ചെയ്തിട്ടാണ് പറയുന്നത്. വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്സനിൻ നാസ് ഖുലുഖാ, ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അങ്ങനെയുള്ള സ്വഭാവങ്ങൾക്ക് നിന്റെ ഹൃദയത്തെ നാം വിശാലമാക്കിയിരിക്കുന്നു. വൽ ഇഖ്ബാൽ അലൽ ആഖിറ, പരലോകത്തേക്ക് മുന്നിടുന്ന സ്വഭാവത്തിൽ, പരലോകത്തെ ലക്ഷ്യമാക്കി ചെല്ലുക. അതിന് ഹൃദയവിശാലത വേണം, സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും വലുത് എന്താണ്? ആഖിറത്താണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിരുന്നത് വളരെ പരിക്കനായ ഒരു പായയിലായിരുന്നു. ശരീരത്തിൽ അടയാളം കണ്ടപ്പോ
ഉമർ റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ടു. ഉമർ കരച്ചിൽ വന്നു. ഉമർ പറഞ്ഞു, കിസ്റയും കൈസറും ഒക്കെ വലിയ വലിയ സൗകര്യങ്ങളിലാണ് ജീവിക്കുന്നത്. ഒരിക്കൽ നല്ല ഇരിപ്പുണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു, കിടക്കുണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? മാലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ്? സുൽത്താൻ മറുപടിയാണ്. അതുപോലെ ഉമർ, താങ്കൾ തൃപ്തിപ്പെടുന്നില്ലയോ? അവർക്ക് ദുനിയാവും നമുക്ക് ആഖിറത്തുമാണ് എന്നതിൽ, അവർക്ക് ദുനിയാവും നമുക്ക് ആഖിറത്തുമാണെന്നതിൽ ഉമർ നിനക്ക് തൃപ്തിയില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പരലോകത്തേക്ക് മുന്നിട്ട ആളായിരുന്നു, അങ്ങേയറ്റം മുന്നിട്ട ആളായിരുന്നു. അതുകൊണ്ടാണ് അവസാന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖറാജിലൂടെ, യുദ്ധാർജിത സ്വത്തിലൂടെ സമ്പത്ത് കിട്ടിയിരുന്നു. അപ്പൊ നബി എന്താ ചെയ്യുക? നബി കുടുംബത്തിന്റെ, നബിയുടെ ഭാര്യമാർക്ക് കഴിയാനുള്ള 1 വർഷത്തേക്കുള്ളത് മാറ്റിവെക്കോടെ സ്വത്ത് അവസാന കാലത്ത്. പക്ഷെയോ 1 വർഷത്തുന്നതിന് എത്രയോ മുമ്പേ നബിയുടെ ഇത് സ്വത്ത് മുഴുവൻ ദാനം കൊടുത്ത് തീരുന്നതാണ്. റസൂലുള്ള ഖറാജ് കിട്ടിയത് 1 വർഷത്തേക്ക്, ഭാര്യമാരുണ്ടല്ലോ അവർക്ക് എടുത്തു വെക്കും. പക്ഷെ വളരെ മുൻപേ അത് തീർന്നു പോകും. നബി ആരാണ് ചോദിക്കുന്നത്? അവർക്ക് നബി കൊടുക്കും. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തേക്ക് മുന്നിട്ട് വന്നതാണ്. നിങ്ങൾ നോക്കി, കഴിഞ്ഞ അഹ്കാമുൽ ജനായിസിന്റെ അവസാനം ആ കല്ലുകൾ ചുമക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടിയ പാട്ടെന്താണ്? ആ കവിത എന്താണ്? ഖൈർ എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെ ഖൈറാണ്, ദുനിയാവിലെ ഖൈറല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, നീ ദുനിയാവിൽ ഒരു ഗരീബിനെ പോലെ, ഒരു അപരിചിതനെ പോലെ ആവുക. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആവുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൽ ഇഖ്ബാലു അലൽ ആഖിറ അതാണ് സൂചിപ്പിക്കുന്നത്. പരലോകമായിരുന്നു റസൂലുള്ളാഹിന്റെ ലക്ഷ്യം. അതുപോലെ നോക്കൂ നിങ്ങൾ, വതസ്ഹീലുൽ ഖൈറാത്ത്, ഖൈറാത്ത് നബിക്ക് എളുപ്പമാണ്, നന്മകൾ ചെയ്യാൻ അള്ളാഹു എളുപ്പമാക്കി. വതസ്ഹീലുൽ ഖൈറാത്ത്, സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നല്ല കാര്യങ്ങൾക്ക് അത് എളുപ്പമാക്കി കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖൈറും റസൂലുള്ളാഹിക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ രാത്രി സഹാബി നമസ്കരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ രാത്രി നമസ്കാരത്തിൽ ഓതുകയാണ് അൽ ബഖറ. സഹാബി പിന്നിൽ ചെന്ന് കൂടിയതാണ്. ഇദ്ദേഹം വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബഖറ കഴിഞ്ഞാൽ റുകൂഇലേക്ക് പോകുമെന്ന്. റസൂൽ അതാ ബഖറയ്ക്ക് ശേഷം സൂറത്തുൻ നിസാ ഓതുകയാണ്. സഹാബി വിചാരിച്ചു നബി നിസാ കഴിഞ്ഞാൽ റുകൂഇലേക്ക് പോകുമെന്ന്. നിസാ കഴിഞ്ഞിട്ട് അത് ആലു ഇമ്രാൻ ഓതുകയാണ്. ആലു ഇമ്രാൻ മുഴുവൻ ഓതുകയാണ് ആ റക്അത്തിൽ. ആലു ഇമ്രാൻ കഴിഞ്ഞിട്ട് റസൂലുള്ള റുകൂഇലേക്ക് പോവുകയാണ്. എത്ര സമയമാണോ റസൂലുള്ള നൃത്തത്തിൽ ഉണ്ടായത് അത്രയും സമയം റുകൂഇൽ നിൽക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരിക പ്രകൃതി കൊണ്ട് നമ്മളിപ്പോൾ ഒരു മനുഷ്യനാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലൈ, ശാരീരിക പ്രകൃതി കൊണ്ട് വിശക്കും, ക്ഷീണമുണ്ടാകും, ദാഹിക്കും. ഇതിലൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെയാണ്. തസ്ഹീലുൽ ഖൈറാത്ത്, നന്മകൾ അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു. കാല് നീര് കെട്ടുകോളം നമസ്കരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാണ് നബിയെ? അള്ളാഹു താങ്കൾക്ക് പുറത്തു തന്നിട്ടുണ്ടല്ലോ, മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും. സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറാ, ആയിഷ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ, നന്ദിയുള്ള ഒരു അബ്ദാകണ്ടേ എന്ന് ചോദിച്ചു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദ, ഖൈറാത്ത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നേറിയിരുന്നു. അള്ളാഹു ഏറ്റവും എളുപ്പമാക്കി കൊടുത്തിരുന്നു. ഫലം യകുൻ ദയ്യിഖൻ ഹറജാ, റസൂലുള്ളാഹിന്റെ ഹൃദയം ഇടുങ്ങിയ ഹൃദയമായിരുന്നില്ല. അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ വമൻ യുരിദില്ലാഹു അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ദയ്യിഖൻ ഹറജൻ കഅന്നമാ യസ്അദു ഫിസ്സമാ. അള്ളാഹു ദലാലത്തിലാക്കാൻ ഉദ്ദേശിച്ചവന്റെ ഹൃദയം അള്ളാഹു എങ്ങനെയാക്കും? ഇടുങ്ങിയതാക്കും. ഏതുപോലെ? അവൻ മുകളിലേക്ക് കയറിപ്പോകുന്നത് പോലെ. അന്തരീക്ഷത്തിൽ മുകളിലേക്ക് പോകുന്നവരെന്താകും? ശ്വാസം ബുദ്ധിമുട്ടാകും, ഹൃദയം കുടുങ്ങും. എന്നതുപോലെ അള്ളാഹു ബലാലത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നവന്റെ ഹൃദയത്തെ മാറ്റിക്കളയും. അങ്ങനെ ആയിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബ്. ലാ യകാദു യൻഖാദു ലിഖൈർ, ഒരു ഖൈറിനും കഴിയാത്തവൻ,
നമുക്ക് ഖൈർ ചെയ്യാൻ മടിയാണ്. ഖൈർ മുന്നിലേക്ക് വരുമ്പോൾ പിന്നാക്കാം നോക്കാം എന്നാണ് ചിന്തയെങ്കിൽ എന്തിനാണ് കുഴപ്പം? കൽബിനാണ് കുഴപ്പം പറ്റിയിട്ടുള്ളത്, വേറെ എവിടെയല്ല. നമ്മുടെ കൽബിന് പ്രശ്നങ്ങളുണ്ട്, മറതുണ്ട്, രോഗമുണ്ട്. അത് എത്രത്തോളം ഖൈറിനോട് അവന് താല്പര്യമില്ലയോ അത്രയും മറത് കൂടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. അത്രയും മറന്നിട്ട് ചികിത്സിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് കൽബ് നന്നാക്കുക? ഖൈർ ചെയ്തിട്ടാണ്. ഖൈർ ചെയ്യുക, അല്ലാഹുവിന്റെ ദിക്ർ വർദ്ധിപ്പിക്കുക. അപ്പോൾ ഈമാൻ കൂടും. ഈമാൻ നല്ല കാര്യങ്ങൾ കൊണ്ട് വർദ്ധിക്കും, മോശം കാര്യങ്ങൾ കൊണ്ട് കുറയും. ഒരു വിശാലതയും നിനക്ക് കാണാൻ കഴിയാത്ത ഹൃദയത്തിന്റെ ഉടമയായിരുന്നില്ല ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് അല്ലാഹു പറയുന്നത് എന്താണ് അർത്ഥം? നാം എടുത്തു വച്ചിരിക്കുന്നു അങ്ക നിന്നിൽ നിന്ന് വിജറക്ക് നിന്റെ ഭാരം. സഅദ് പറയുന്നു ഐ ദംബക് നിന്റെ പാപം എന്നാണ് ഇവിടെ വിസർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. അല്ലദി അൻഖല ലഹറക് ഐ അല്ലദി അൻഖല ഐ അഖല ഭാരം ആക്കിയിട്ടുണ്ട്, അത് നേരിച്ചിട്ടുണ്ട് നിന്റെ ലഹറിനെ. كما قال تعالى الله പറഞ്ഞിട്ടുള്ളതുപോലെ ليغفر لك الله ما تقدم من ذنبك وما تأخر നിനക്ക് അല്ലാഹു പുറത്തു തരുവാൻ വേണ്ടി നിന്റെ കഴിഞ്ഞുപോയ പാപങ്ങളും അതുപോലെ വരാൻ പോകുന്നതും. പാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? നേരത്തെ പറഞ്ഞില്ലേ, മാനുഷികമായ അബദ്ധങ്ങൾ, അതുപോലെ മറവികൾ. ഇതാണ് നബിമാരുടെ കാര്യത്തിൽ പാപം എന്ന് പറഞ്ഞാൽ. അത് ദംബ് എന്ന് തന്നെ അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ളത് എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതുപോലും വലുതായിട്ടാണ് അവർ കാണുന്നത്. അല്ലാഹു ചോദിക്കുകയാണ് അലം നശ്റഹ്, എന്താണ് അർത്ഥം? നാം വിശാലമാക്കി തന്നില്ലയോ? ലക നിനക്ക് സദറക നിന്റെ സദർ നെഞ്ച് ഹൃദയം. വവദഅന നാം എടുത്തു വച്ചില്ലയോ? അങ്ക നിന്നിൽ നിന്ന് വിസറക്ക് നിന്റെ ഭാരം. അവിടെ വിസർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? പാപഭാരം എന്നാണ് ഉദ്ദേശം. പക്ഷെ നബിമാരുടെ ദംബ് പാപം എന്ന് പറഞ്ഞാൽ അതിലുദ്ദേശിക്കപ്പെടുന്നത് മറന്നുപോയ കാര്യങ്ങൾ, അതുപോലെ മാനുഷികമായ ചെറിയ അബദ്ധങ്ങൾ. അതുപോലെ ചില മുഫസ്സിറുകൾ പറഞ്ഞു നബിയാകുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടം എന്നറിയപ്പെട്ട ആ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് ചില ഉദാഹരണങ്ങളുണ്ട്. മുമ്പ് മക്കയിൽ വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ള ആളുകളും കഅബ നിർമ്മാണത്തിന് വേണ്ടി കല്ലുകൾ എടുത്തു കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നിലുള്ള ഒരാൾ പറഞ്ഞു, ഉടുത്തിരുന്ന അരകുടുപ്പ് അതയച്ച് മറ്റൊരാവശ്യത്തിന് പിടിച്ചിരുന്നെങ്കിൽ സൗകര്യത്തിൽ കൊണ്ടുപോകാമായിരുന്നു എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഊരി, അതായത് അവർക്ക് വെളിപ്പെടുന്ന ഭാഗം ആ വസ്ത്രം ഊരി. അപ്പോൾ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി വീണു. പിന്നീട് അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യാവയവങ്ങൾ അതിനുശേഷം പുറമേക്കുള്ള ആരും കണ്ടിട്ടില്ല. പിന്നെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് മുൻപ് പ്രവാചകത്വത്തിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അള്ളാഹു നബിമാർക്ക് അവരുടെ നുബുവത്തിന് മുമ്പ് തന്നെ നൽകുന്ന ചില സംരക്ഷണങ്ങളിൽ പെട്ടതാണിത്. അതായത് അങ്ങനത്തെ സംഭവം നടക്കുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി. ഇത് സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള സംഭവമാണ്. സമാനമായ ജാഹിലിയത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിസാരമായ അബദ്ധങ്ങൾ, അതുപോലെ മാനുഷികമായ അബദ്ധങ്ങൾ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാണ് വിസ്ർ, ദംബ് എന്നൊക്കെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. പാപം എന്ന് പറഞ്ഞിട്ടുള്ളത് നബിമാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. അല്ലാഹു തന്നെ പറഞ്ഞു ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ലാഹു നിനക്ക് പുറത്തു തരുവാൻ വേണ്ടി നിന്റെ കഴിഞ്ഞുപോയതും അതുപോലെ
പിന്തിച്ചതുമായ പാപങ്ങൾ. അല്ലദീ അൻഖദ ലഹറക്, അല്ലദീ അതായത് ആ വിസർ, അത് എന്താണ്? അൻഖദ, അത് ഞെരിച്ചു കളഞ്ഞു, അമർത്തിക്കളഞ്ഞു. ലഹറക് നിന്റെ പുറം, നിന്റെ മുതുക്. വറഫഅന നാം ഉയർത്തിയിരിക്കുന്നു, ലക നിനക്ക്, ദിക്റക് നിന്റെ കീർത്തി, നിന്റെ സ്മരണ. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ തീർച്ചയായും പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ പ്രയാസത്തിന്റെ കൂടെ ഒരെളുപ്പമുണ്ട്. ഫഇദാ ഫറഗ്ത നീ ഫറാഗ് എന്താണ്? ഒഴിവാകുക. ഫഇദാ ഫറഗ്ത നീ ഒഴിവായാൽ ഫൻസബ് നീ അധ്വാനിക്കുക, അടുത്ത അധ്വാനത്തിലേക്ക് കടക്കുക. വഇലാ റബ്ബിക നിന്റെ റബ്ബിലേക്ക് ഫർഗബ് നീ ആഗ്രഹം വെക്കുക, നീ പ്രതീക്ഷ വെക്കുക. റബ്ബിലേക്ക് മാത്രം എന്ന് അതിനർത്ഥം കിട്ടും, റബ്ബിക എന്ന് ആദ്യം പറഞ്ഞതുകൊണ്ട്. സഹോദരങ്ങളെ, ഇതിൽ അലം നശ്റഹ് ലക സദ്റക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദ്റിനെ, ഹൃദയത്തെ ഇസ്ലാമിലേക്ക് വിശാലമാക്കിയിരിക്കുന്നു. ومن يرد الله أن يهديه يشرح صدره للإسلام അള്ളാഹു ആരെങ്കിലും ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് വിശാലമാക്കും. ആ നിലക്കുള്ള വിശാലത, എല്ലാ ഖൈറിനുമുള്ള താല്പര്യം, അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള വിശാല മനസ്സ്, ഇതാണ് ഒരർത്ഥം. അതാണ് ആ നിലക്കുള്ള തഫ്സീറാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിട്ടുള്ളത്. ഇനി അക്ഷരാർത്ഥത്തിൽ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം അത് തുറന്നിട്ടുണ്ട്. ശറഹറ തുറക്കുക, വിശാലമാക്കുക എന്നൊക്കെയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് ഇങ്ങനെയാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ട് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. عن أنس بن مالك أن رسول الله صلى الله عليه وسلم أتاه جبريل صلى الله عليه وسلم സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജിബ്രീൽ വന്നു. എപ്പോഴാണ്? നബിയായി കഴിഞ്ഞ ശേഷമല്ല, പണ്ട്. വഹുവ യൽഅബു മഅൽ ഗിൽമാൻ റസൂലുള്ളാഹ് ചെറിയ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക, വളരെ ചെറിയ പ്രായത്തിൽ. ഹലീമയുടെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കാലത്ത്. ആരാണ് ഹലീമ? സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയ സ്ത്രീയായിരുന്നു ഹലീമ അസ്സഅദിയ്യ, സഅദ് ഗോത്രജാതിയായ ഹലീമ. അവരുടെ വീട്ടിലായിരിക്കെ, അവരുടെ കുടുംബത്തിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ കൂടെ കളിക്കുകയായിരുന്നു. അപ്പോഴതാ ജിബ്രീൽ വന്നു. ഈ ഹദീസ് പറയുമ്പോൾ മനസ്സുണ്ടോ? ഇത് സംഭവം നടക്കുന്ന മനസ്സുണ്ടോ? ഇല്ലല്ലോ. ഇതിനാണ് മറാസീൽ സഹാബ എന്ന് പറയുന്നത്, സഹാബത്തിന്റെ മുർസൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിന് പറഞ്ഞു കൊടുത്തതാവണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബി റസൂലുള്ളാഹ് മറ്റൊരു സഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയും സഹാബി അനസിന് പറഞ്ഞു കൊടുക്കുകയും ആയിരിക്കണം. കാരണം ഈ ഹദീസിൽ റസൂലുള്ളാഹ് എന്നോട് പറഞ്ഞു എന്ന വാക്ക് ഇല്ല. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് സഹാബികളുടെ മറാസീൽ, മുർസലായ ഹദീസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹദീസുകൾ സ്വീകാര്യമാണ്. കാരണം അസ്സഹാബത്തു കുല്ലുഹും അദൂൽ, സഹാബത്ത് എല്ലാവരും നീതിമാന്മാരായ, സത്യസന്ധരായ, അള്ളാഹുവിന്റെ സാക്ഷ്യപ്പെടുത്തൽ കിട്ടിയ മഹാന്മാരാണ്. അതേസമയം അവർക്ക് താഴെയുള്ള ആളുകൾ, താബികളോ സബഅ് അവർക്ക് ഏത് സഹാബിയിൽ നിന്ന് കിട്ടി എന്ന് പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നബിയിലേക്ക് ചേർത്ത് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സ്വീകരിക്കുകയില്ല. അതിനെ ബലപ്പെടുത്തുന്ന വേറെ തെളിവാണ്. സഹാബിയെ, അതിനിടയിലുള്ള ആളെ പരാമർശിക്കപ്പെട്ട വേറെ വേറെ സനദ് വേണം, എന്നാൽ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ. ഇത് സഹാബത്തിന്റെ വലിയ പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ്. അനസ് ഇബ്നു മാലിക്കാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹലീമയുടെ പക്കലായിരിക്കെ കുട്ടികളുടെ കൂടെ കളിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. വേറെയും മലക്കുകൾ കൂടെ ഉണ്ടായിരുന്നുവെന്ന് മറ്റുള്ള റിവായത്തുകളിലൂടെ വ്യക്തമായി വന്നിട്ടുണ്ട്. ഫഅഖദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചു, കുട്ടികളോട് കളിച്ചുകൊണ്ടിരിക്കുക, പിടിച്ചു. ഫഫറഅ എന്നിട്ട് നബിയെ കിടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ കിടത്തി. ഫശഖ അൻ ഖൽബി റസൂലുള്ളാഹിന്റെ ഖൽബ്
പിളർത്തി, നെഞ്ചു പിളർത്തി. ഫസ്തഖറജൽ ഖൽബ്, ഖൽബ് പുറത്തേക്കെടുത്തു. ഫസ്തഖറജ മിൻഹു അലഖ, ആ ഖൽബിൽ നിന്ന് ഒരു അലഖ, ഒരു രക്തക്കട്ട അത് പുറത്തേക്കെടുത്തു. അതിൽ അള്ളിപ്പിടിച്ചിട്ടുള്ള ഒരു കാര്യം പുറത്തേക്കെടുത്തു. ഫഖാൽ, എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, ഹാദാ ഹള്ളു ശൈത്താനി മിൻക, ഇതാണ് പിശാചിന് നിന്നിലുള്ള ഓഹരി. ഇത് പിശാചിന്റെ ഓഹരിയാണ്. അത് നബിയുടെ ശരീരത്തിൽ, നബിയുടെ ഖൽബിൽ യോജിച്ചതല്ല. ഇത് പുറത്തെടുത്തു. ഹാദാ ഹള്ളുക ഹള്ളു ശൈത്താനി മിൻക ثم غسل في قط من ذهب, എന്നിട്ട് സ്വർണത്തിന്റെ ഒരു പാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബ് വെച്ച് കഴുകുകയാണ്. എന്തിനെ കൊണ്ടാണ് കഴുകുന്നത്? ബിമാഇ സംസം, സംസം വെള്ളം കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബ് സ്വർണത്തിന്റെ പാത്രത്തിലിട്ട് കഴുകുകയാണ്. ثم لأم, എന്നിട്ട് ഖൽബ് അടച്ചു, തുറന്ന ഖൽബ് അടച്ചു. ثم أعاده في مكانه, ഖൽബ് എവിടെയാണ് ഉള്ളത് ആ സ്ഥലത്ത് വെച്ച് അത് അടച്ചു, നെഞ്ചിൽ വെച്ച് അടച്ചു. وجاء الغلمان, കുട്ടികൾ കാണുകയാണ്, കൂടെയുള്ള കുട്ടികൾ. ആ കുട്ടികൾ يسعون إلى أمه يعني الضئرة, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ളിഅർ അഥവാ മുല കൊടുക്കുന്ന ഉമ്മ. അവരുടെ അടുത്തേക്ക് കുട്ടികൾ ചെന്നു. ഫഖാലു, എന്നിട്ട് പറഞ്ഞു, ഇന്ന മുഹമ്മദൻ ഖദ് ഖുതിൽ, മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന് കുട്ടികൾ ഓടിപ്പോയി ഈ ഉമ്മയോട് പറഞ്ഞു. ഫസ്തഖ്ബലൂഹു, അങ്ങനെ ഉമ്മയും അവരെല്ലാവരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അത് നബിയെ കാണുകയാണ്. വഹുവ മുൻതഖിഉൽ ലൗൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറമാകെ മാറിയിട്ട് അവർ കാണുക. അവർ വരുമ്പോൾ ജീവനോടെയാണ് കാണുന്നത്. فقال أنس بن مالك رضي الله عنه പറയുന്നു, وقد كنت أرى أثر ذلك المخيط في صدره, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ ആ സൂചിയുടെ അടയാളം ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത്? ഈ ചെറുപ്പത്തിൽ കുഞ്ഞ് അടയാളം. ഇത് നോക്ക് നിങ്ങൾ, അലം നശ്റഹ് ലക സദ്റക, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. ഈ ഹദീസുകൾ മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഒരുപാട് റിവായത്തുകളുണ്ട്, ഒരുപാട് റിവായത്തുകൾ ഈ സംഭവം വിശദീകരിക്കുന്നത് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു സംഭവമാണ് റസൂലുള്ളാഹിന്റെ ചെറിയ പ്രായത്തിൽ നടന്നതാണ്. വേറെയും ഇങ്ങനെ തന്നെ നടന്നിട്ടുണ്ട്. അതെപ്പോഴാണ്? അതിലൊന്നാണ് ഇസ്രാഇന്റെ രാത്രിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇന് പോകുന്ന രാത്രിയിൽ ഇതുപോലെ നടന്നിട്ടുണ്ട്. عن أنس بن مالك قال كان أبو ذر يحدث, أنس بن مالك رواية ചെയ്യുകയാണ് ആരിൽ നിന്ന്? മറ്റൊരു സഹാബിയായ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫുരിജ സഖഫു ബൈദ്, റസൂലുള്ളാഹി തന്നെ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അബൂ ദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഫുരിജ സഖഫു ബൈതി വഅന ബിമക്ക, ഞാൻ മക്കയിലായിരിക്കെ എന്റെ വീടിന്റെ മേൽക്കൂര തുറക്കപ്പെട്ടു, എന്റെ വീടിന്റെ മേൽക്കൂര തുറക്കപ്പെട്ടു. ഫനസല ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ജിബ്രീൽ അതിലൂടെ താഴെ ഇറങ്ങി. ഫഫറജ സദ്രി, എന്റെ ഹൃദയം തുറന്നു. ثم غسله من ماء زمزم, സംസം വെള്ളത്തിൽ അത് കഴുകി. ثم جاءت بطست من ذهب, എന്നിട്ട് സ്വർണത്തിന്റെ ഒരു പാത്രം കൊണ്ടുവന്നു. മുംതലിഉൻ ഹിക്മതൻ വഈമാന, ഹിക്മത്തും ഈമാനും നിറച്ച ഒരു പാത്രം, ഹിക്മത്തും ഈമാനും നിറച്ച സ്വർണത്തിന്റെ ഒരു പാത്രം കൊണ്ടുവന്നു. എങ്ങനെയാണ് മഅനവിയായ തൊട്ടു നോക്കാൻ കഴിയാത്ത ഈമാനും ഹിക്മത്തും പാത്രത്തിൽ നിറക്കുക? അല്ലാഹു അലം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരുപാട് ഖിയാമത്ത് നാളിൽ നമുക്ക് മഅനവിയായ അഥവാ തൊട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ, എന്നാൽ അതിനെ കൊണ്ട്
തൊട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യുന്നത് ഒരുപാട് പരലോകത്തെ സംബന്ധിച്ച ഹദീസുകളിൽ ഖുർആന്റെ ആയത്തുകൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അമല് തൂക്കുക. അമല് തൊടാൻ പറ്റുന്നതാ അല്ലല്ലോ, പക്ഷെ അമലുകൾ തൂക്കുക എന്നതുപോലെ ഉള്ള കാര്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഈമാനിന്റെ തൂക്കം, അതൊക്കെ അറിയപ്പെട്ട കാര്യമാണ് ഹദീസുകളിൽ. എങ്ങനെയാണ് അത് തൂക്കുക? അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അത് നടക്കും. ഈമാനും ഹിക്മത്തും നിറച്ച ഒരു പാത്രം കൊണ്ടുവന്നു, എന്നിട്ടോ ഫഅഫ്റഗഹാ ഫീ സദ്രി, എന്റെ ഖൽബിൽ അത് ഒഴിച്ചു. ആ പാത്രത്തിൽ ഈമാനും ഹിക്മത്തും നിറച്ചിട്ടെന്റെ ഖൽബിൽ അത് ഒഴിച്ചു. ثم أطبقه, എന്നിട്ട് അത് അടച്ചു. ثم أخذ بيدي, അടച്ചതിന് ശേഷം ജിബിരിൽ എന്റെ കൈ പിടിച്ച് സഅറജ ബി ഇല السماء, ആകാശത്തേക്ക് ഉയർന്നു പോയി. ഇസ്രായിന് പോയതിന് ശേഷം, ഇസ്രാ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഉയർന്നു പോയിട്ടുള്ളത്. നോക്ക് നിങ്ങൾ, ഇത് രണ്ടാമത്തെ തവണയാണ്. ഇങ്ങനെ 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഈ സംഭവം നടന്നിട്ടുണ്ട്. 3 തവണ നടന്നിട്ടുണ്ടെന്ന് ചില റിവായത്തുകളിൽ കാണാം. അല്ലാഹു അലം, അതിന്റെ സിഹത്ത് എന്താണെന്ന് അറിയില്ല. 2 തവണ നടന്നത് ഈ സംഭവങ്ങളിലൂടെ വളരെ അറിയപ്പെട്ടതാണ്. ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദർ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലൂടെ തുറന്നിട്ടുണ്ട്. അത് എല്ലാ ഖൈറും സ്വീകരിക്കാൻ വിശാലമാണ്, എല്ലാ ഷർറും ഒഴിവാക്കാൻ മാത്രം വിശാലമാണ്. അലം നശ്റഹ് ലക സദറക്, നിന്റെ സദർ നാം വിശാലമാക്കി തന്നില്ലയോ? വവദഅന, നാം എടുത്തു വെച്ചില്ലയോ? അൻക വിസ്റക്, നിന്റെ ഭാരം. അല്ലദീ അൻഖദ ലഹറക്, നിന്റെ മുതുകിന് പ്രയാസമുണ്ടാക്കി അതിനെ നെരിച്ചു കളഞ്ഞ ഭാരം. വറഫഅനാ ലക ദിക്റക്, വറഫഅനാ, നാം ഉയർത്തിയില്ലയോ? ലക, നിനക്ക് വേണ്ടി, ദിക്റക്, നിന്റെ ദിക്ർ, നിന്റെ കീർത്തി. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിന്റെ തഫ്സീർ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാഹ് പറയുകയാണ്, അഅലൈനാ ഖദ്റക്, നിന്റെ മൂല്യം അത് നാം ഉയർത്തിയില്ലേ? വജഅൽനാ ലക الثناء الحسن العالي, വളരെ ഉന്നതമായ പുകഴ്ത്തലുകൾ നിനക്ക് നാം ഉണ്ടാക്കി വെച്ചില്ലയോ? സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനങ്ങൾ സ്നേഹിക്കുന്നത് പോലെ, ജനങ്ങൾ പുകഴ്ത്തുന്നത് പോലെ മറ്റാരെയാണ് അല്ലാഹുവിന്റെ പടപ്പുകളിൽ മനുഷ്യർ പുകഴ്ത്തുന്നത്? ഒരാളെയുമില്ല. അല്ലദീ ലം യസിൽ ഇലൈഹി അഹദും മിനൽ ഖൽഖ്, ആ കീർത്തിയിൽ അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഒരു പടപ്പിനും കിട്ടിയിട്ടില്ലാത്തതാണ് നിനക്ക് കിട്ടിയ പ്രശംസകൾ. ഫലാ യുദ്കറുല്ലാഹ് ഇല്ലാ ദുകിറ മഅഹു റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ എപ്പോൾ പറയുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ആരുടെ പേര് പറയുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുന്നുണ്ട്. പക്ഷേ നബി ആരാണ്? അബ്ദുല്ലാഹ് വ റസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. നമ്മുടെ ദുആ, നമ്മുടെ ഇബാദ അതാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്? അല്ലാഹു റബ്ബുൽ ആലമീന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് പഠിപ്പിക്കാൻ വന്ന റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള പഠിപ്പിച്ചതുപോലെ അല്ലാതെ നമുക്ക് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹുവിനെ എപ്പോൾ പറയുന്നുണ്ടോ അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും സ്മരിക്കപ്പെടുന്നു. ഏതൊക്കെ പോലെ? കമാ ഫി ദുഖൂൽ ഫിൽ ഇസ്ലാം, ഏതുപോലെ? ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞാൽ മതിയോ? പോരല്ലോ. വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലാകുന്നു മുഹമ്മദ്, അത് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നുകൂടി പറഞ്ഞാലല്ലാതെ അവൻ മുസ്ലിം ആവുകയില്ല. വഫിൽ അദാൻ, പിന്നെപ്പെടാ ബാങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് പറയണം. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതാണ് ലോകത്തുള്ള മുഴുവൻ പള്ളികളിൽ നിന്നും മുഴങ്ങുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്. ബാങ്ക് കേൾക്കാത്ത ഏതെങ്കിലും സമയം ഉണ്ടാവും ലോകത്ത്? സമയം വ്യത്യസ്തമാണ്, ഓരോ സ്ഥലത്തും സമയം വ്യത്യസ്തമാണ്. ബാങ്കോ ഇഖാമത്തോ ഇതുപോലുള്ള ക്ലാസുകളോ ഒക്കെ ലോകത്തിന്റെ മുസ്ലിങ്ങൾ എവിടെയുണ്ട് അവിടെയൊക്കെ നടക്കുന്നുണ്ടാവും. അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാതെ ഇതൊക്കെ എങ്ങനെ നടക്കാനാണ്? വൽ ഖുതബ്, എന്താണ് ഖുതബ്? ഖുതുബകൾ, പ്രസംഗങ്ങൾ.
وغير ذلك من الأمور التي أعلى الله بها ذكر رسوله محمد صلى الله عليه وسلم അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ അല്ലാഹു അതിലൂടെയൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്ർ ഉയർത്തിയിരിക്കുന്നു. അതുമാത്രമാണോ وله في قلوب أمته من المحبة والإجلال والتعظيم ما ليس لأحد غيره. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ ഉമ്മത്തിൽ കോടാനുകോടി വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ, റസൂലുള്ളാഹിന്റെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ഉമ്മത്തിന്റെ മനസ്സിലുള്ള സ്നേഹം, അതുപോലെ ആദരവ്, അതുപോലെ മാന്യത, ഇതൊക്കെ മറ്റാർക്കാണുള്ളത്? ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളത്. ബഅദല്ലാഹി തആല, അല്ലാഹുവിന് ശേഷം فجزاه الله عن أمته أفضل ما جزى نبيا عن أمته. അല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിന്റെ മുഴുവൻ പ്രതിഫലവും അല്ലാഹു കൊടുക്കട്ടെ. മുൻകഴിഞ്ഞ ഏത് നബിമാരുടെ ഉമ്മത്തിനേക്കാളും ആ ഉമ്മത്തിൽ നിന്ന് നബിക്ക് കിട്ടിയ പ്രതിഫലത്തെക്കാളും അല്ലാഹു കൊടുത്തിരിക്കുന്നു. നബിമാരുടെ ദറജ കൂടി വരും. എന്തിനനുസരിച്ച്? അവരുടെ ഉമ്മത്ത് എത്രയുണ്ടോ അതിനനുസരിച്ച്. കാരണം എന്താണ്? മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും ഒരു ഖൈർ കാണിച്ചു കൊടുത്താൽ ആ ഖൈർ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അതിന്റെ ഒക്കെ പ്രതിഫലം ആർക്ക് കിട്ടും? കാണിച്ചു കൊടുത്താൽ കിട്ടും. ചെയ്യുന്ന ആളുകളുടെ ഇത് കുറയുമോ? കുറയുകയില്ല. ഏറ്റവും കൂടുതൽ ഉമ്മത്ത് ആർക്കാണുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ഖിയാമത്ത് നാൾ വരെ ഏതൊരു മുസ്ലിം ഏതൊരു നല്ല കാര്യം വിശ്വസിക്കുന്നുവോ, ഏതൊരു കാര്യം ചെയ്യുന്നുവോ അതിനൊക്കെ പ്രതിഫലം അയാൾക്കുണ്ട്. അതുപോലെ അത് കുറയാതെ ആർക്കുണ്ട്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. അതാണ് നബിയുടെ സഹാബത്തിന്റെയും പ്രത്യേകത. എല്ലാ നബിമാർ മുഴുവൻ കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠരാണ് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. ബാക്കിയുള്ള നബിമാരുടെ സഹാബത്തിനേക്കാളും. അതും ഇതാണ് ഒരു കാരണം. അതിനുള്ള കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്. പല കാരണങ്ങളുണ്ട്, അതിലൊന്നിതാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞൊരു കാര്യം ഞാൻ വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. വലൗ അന്ന റജുലൻ, ഇതിനൊരു ഉദാഹരണം നോക്കൂ. ഒരു മനുഷ്യൻ അബദല്ലാഹ ജല്ല സനാഉ, അയാൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു, അല്ലാഹുവിനെ ആരാധിച്ചു. വസദ്ദഖ ബിൽ ജന്നത്തി വന്നാർ, സ്വർഗവും നരകവും ഉണ്ടെന്ന് അയാൾ സത്യപ്പെടുത്തി. വകുല്ല ശൈ, വിശ്വസിക്കണമെന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിലും അയാൾ വിശ്വസിച്ചു. അയാൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു. വലം യശ്ഹദ് അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് അയാൾ സാക്ഷ്യപ്പെടുത്തിയില്ല. ലം യൻതഫഅ ബിശൈ വകാന കാഫിറാ, അയാൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുമോ? ഇല്ല, അയാൾ കാഫിറാണ്. വഖീൽ, അതുപോലെ ഇങ്ങനെ ഈ ആയത്തിൽ തഫ്സീർ പറയപ്പെട്ടിരിക്കുന്നു. വളരെ പ്രസിദ്ധമായ തഫ്സീറാണ്. അയഅലൈനാ ദിക്റക്, നിന്റെ സ്മരണം നാം ഉയർത്തിയിരിക്കുന്നു. ഫദകർനാക ഫിൽ കുതുബിൽ മുനസ്സലതി അലൽ അംബിയാഇ ഖബ്ലക്, നിനക്ക് മുമ്പുള്ള നബിമാർക്ക് അവർക്ക് അവതരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്റെ പേര് നാം പരാമർശിച്ചിരിക്കുന്നു. വഅമർനാഹും ബിൽ ബിശാറതി ബിക്, നിന്നെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ ഞാൻ ആ നബിമാരോട് കൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമാണ് ഇത് മുഴുവൻ. ആരാണ് മുഅ്മിനുകൾ? ഉമ്മിയായ, നിരക്ഷരനായ ഈ നബിയെ, ഈ റസൂലിനെ പിൻപറ്റുന്ന ആളുകൾ. ആ നബി അവർക്ക് കാണാം മക്തൂബൻ, രേഖപ്പെടുത്തപ്പെട്ട ആളായി കാണാം. തൗറാത്ത് വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലുമൊക്കെ അവരോട് നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, നല്ല കാര്യങ്ങൾ അവർക്ക് ഹലാലാക്കുന്ന, മോശമായ കാര്യങ്ങൾ അവർക്ക് ഹറാമാക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതെന്താണ്? വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരുന്ന അഹ്മദ്. അതാരുടെ പേരാണ്?
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് അഹ്മദ്. ആ നബിയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. ആ ദുആ അള്ളാഹു ഉത്തരം ചെയ്തിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ ഉപ്പ ഇബ്രാഹിമിന്റെ ദുആ, ആ ദുആക്ക് അള്ളാഹു ഉത്തരം ചെയ്തതാണ്. ഇബ്നു കസീർ പറയുന്നു, വലാ ദീന ഇല്ലാ വദീനുക യദ്ഹറു അലൈഹി, ഒരു ദീനുമില്ല യാ മുഹമ്മദ്, നിന്റെ ദീൻ അതിനെ അതിജയിച്ചിട്ടല്ലാതെ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി, എല്ലാ ദീനുകൾക്ക് മുകളിലും അള്ളാഹു ഈ ദീനിനെ വെളിവാക്കിയിട്ടുണ്ട്, വിജയിപ്പിച്ചിട്ടുണ്ട്. ആശയപരമായ വിജയം എല്ലാ കാലത്തുമുണ്ട്, ആശയപരമായ വിജയം എല്ലാ കാലത്തുമുണ്ട്. ഇനി കായികമായ വിജയവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇനി അവസാന കാലത്തോ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമയത്ത് ലോകം മുഴുവൻ ഇസ്ലാമിന് കീഴിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സന്തോഷവാർത്ത അറിയിച്ചിട്ടുള്ള കാര്യമാണ്. റഫഅനാ ദിക്ർ മാത്രമോ, ഇബ്നു കസീർ പറയുന്നു, റഫഅനാ ദിക്റക ഇൻദൽ മലായികതി ഫിസ് സമാ, ആകാശലോകത്തെ മലക്കുകൾക്കിടയിൽ നിന്റെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു. മിഅ്റാജിന് പോകുന്ന സമയത്ത് ഓരോ വാതിലിന് മുട്ടുമ്പോഴും ചോദിക്കുക, ആരാണ്? മുഹമ്മദ്. ജിബ്രീലിനോട് ചോദിക്കുകയാണ്, ആരാണ് കൂടെ ഉള്ളത്? മുഹമ്മദാണ്. അബൂ ഈസ്, അദ്ദേഹം നിയോഗിക്കപ്പെട്ടോ? അതെ, നിയോഗിക്കപ്പെട്ടു. അപ്പൊ അതാ തുറക്കപ്പെടുകയാണ്. നബിമാര് സ്വാഗതം പറയുകയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടാൽ പറയുകയാണ്, മർഹബൻ ബിൻ നബിയ്യി സ്സാലിഹ് വൽ അഖി വൽ ഇബ്നി സ്സാലിഹ്, സാലിഹായ പ്രവാചകന്, സാലിഹായ മകന് സ്വാഗതം. പിന്നെ അതാ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം കാണുകയാണ്, യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം കാണുകയാണ്, മൂസാ നബി കാണുകയാണ്. അവർക്ക് പറയുകയാണ്, മർഹബൻ ബിൻ നബിയ്യി സ്സാലിഹ് വൽ അഖി സ്സാലിഹ്, സാലിഹായ പ്രവാചകന് സ്വാഗതം, സാലിഹായ സഹോദരന് സ്വാഗതം. പിന്നെ വീണ്ടും അവസാനം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കാണുകയാണ്, മർഹബൻ ബിൻ നബിയ്യി സ്സാലിഹ് വൽ ഇബ്നി സ്സാലിഹ്, സാലിഹായ മകന്, സാലിഹായ പ്രവാചകന് സ്വാഗതം. എല്ലാ നബിമാർക്കും അള്ളാഹു ഇമാമത്ത് നിർത്തിക്കുകയാണ്. എവിടെ വെച്ച്? മസ്ജിദുൽ അഖ്സായിൽ വെച്ച് എല്ലാ നബിമാരുടെയും ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുക. ആദ്യമായി ഖബർ പിളർന്ന് പരലോകത്ത് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആദ്യമായി സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അന സയ്യിദു വലദി ആദം വലാ ഫഖർ, ഞാൻ ആദം സന്തതികളുടെ നേതാവാകുന്നു. വലാ ഫഖർ, വെറുതെ ഫഖർ പറയുന്നതല്ല, പൊങ്ങച്ചം പറയുന്നതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. മലായികത്തിനിടയിൽ അല്ലാഹു ഉയർത്തിയിരിക്കുന്നു റസൂലുള്ളാഹിന്റെ ദിക്ർ. വഫിൽ അർദി ഇൻദൽ മുഅ്മിനീൻ, ഈ ഭൂമിയിലും മുഅ്മിനുകളിൽ അല്ലാഹു ആ പേര് ഉയർത്തിയിരിക്കുന്നു. വനർഫഉ ഫിൽ ആഖിറതി ദിക്റക ബിമാ നുഅതീക മിനൽ മഖാമിൽ മഹ്മൂദ്, ഖിയാമത്ത് നാളിൽ അൽ മഖാമുൽ മഹ്മൂദ്, ഒരാൾക്കും ലഭിക്കാത്ത മഹ്മൂദായ ആ പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കും. ആ പദവിയുടെ ഉപകാരം മുസ്ലിം ആകട്ടെ കാഫിറാകട്ടെ എല്ലാ പടപ്പുകൾക്കും ആ പദവിയുടെ ഉപകാരം ലഭിക്കും. എങ്ങനെയാണത്? ശുപാർശക്ക്, വിചാരണക്ക് ആളുകളെ അള്ളാഹു വിളിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശക്ക് ശേഷമാണ്. ആ ഖിയാമത്തിലുള്ള ആ നൃത്തം എല്ലാവരും പ്രയാസപ്പെടുകയാണ്, എല്ലാവരും അള്ളാഹു വിചാരണക്കെടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അവിടെ വെച്ച് അള്ളാഹുവിനോട് സംസാരിക്കുവാൻ ധൈര്യമുണ്ടാകുക, അതിനുള്ള അനുമതി ലഭിക്കുക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. ആ സ്ഥാനം ഇതൊക്കെ എന്തിൽ പെട്ടു? വറഫഅനാ ലക ദിക്റക, നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തി തന്നില്ലയോ? എന്താണ് അടുത്ത ആയത്ത്? ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, എന്താണ് അർത്ഥം? തീർച്ചയായും പ്രയാസത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ട്. വീണ്ടും പറയുക, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. ഈ രണ്ടായത്തുകളും പറഞ്ഞതിന് ശേഷം നാം സഅദി പറയുകയാണ്, ബിശാറത്തുൻ അളീമ, അതിമഹത്തായ ഒരു സന്തോഷ വാർത്തയാണിത്. അന്നഹു കുല്ലമാ വുജിദ ഉസ്റുൻ വസഊബത്തുൻ, എപ്പോഴൊക്കെ പ്രയാസം പ്രതിസന്ധി ഉണ്ടായി, അതുപോലെ ബുദ്ധിമുട്ടുണ്ടായി, ഫഇന്നൽ യുസ്റ യുഖാരിനു, അതിന്റെ കരീനായി, അതിന്റെ കൂടെ തന്നെ ആര് വരും? യുസ്ർ വരും. നോക്ക്, അല്ലാഹു ഫഇന്ന
ബഅദൽ ഉസ്രി യുസ്റ എന്നാണ് പറഞ്ഞത്? യുസ്റിന് ശേഷം യുസ്ർ വരുന്നാണ് പറഞ്ഞത്? അല്ല, മഅ എന്നാണ് പറഞ്ഞത്. മഅ കൂടെ എന്നാണ്. യുസ്റിന്റെ കൂടെ യുസ്റുണ്ട്, യുസ്റിന്റെ കൂടെ ഉണ്ടെന്നാണ്. അതിന്റെ കൂടത്തെ അതിന്റെ സാഹിബായിട്ട് തന്നെ എളുപ്പം വരും. ഹത്താ ലൗ ദഖല അൽ-ഉസ്റ ജുഹറ ലബ്ബിൻ ലദഖല അലൈഹി അൽ-യുസ്ർ. ഇതൊക്കെ മുൻഗാമികളുടെ വാക്കാണ്, സാദി എടുത്തു കൊടുത്തു എന്ന് മാത്രം. എന്താണ്? എത്രത്തോളം യുസ്ർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ആര് കയറും? യുസ്ർ കയറും. പ്രയാസം ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ എളുപ്പവും അതിൽ കയറും എന്നാണ്. فأخرجه كما قال تعالى. എന്നിട്ട് എന്ത് ചെയ്യും? യുസ്ർ ഇതിനെ പുറത്തെടുക്കും. യുസ്ർ പോയിട്ട് ഇതിനെ പുറത്തെടുക്കും. كما قال تعالى, അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞു, سيجعل الله بعد عسر يسرا. യുസ്റിന് ശേഷം അള്ളാഹു യുസ്ർ ഏർപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. وكما قال النبي صلى الله عليه وسلم, صلى الله عليه وسلم പറഞ്ഞിട്ടുണ്ട്, إن الفرج مع الكرب وإن مع العسر يسرا. ഇത് ഏത് ഹദീസാണെന്ന് പറയാം? പ്രസിദ്ധമായ ഇബ്നു അബ്ബാസിന്റെ ഹദീസാണ്. يا غلام إني أعلمك كلمات احفظ الله يحفظك احفظ الله تجده تجاهك إذا سألت فاسأل الله وإذا استعنت فاستعن بالله എന്ന ഹദീസിലുള്ള വാക്കാണത്. ചെറിയ കുട്ടിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപുത്രനായ ഇബ്നു അബ്ബാസിനെ ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളുണ്ടല്ലോ. മോനെ, ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. യഹ്ഫദില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. യഹ്ഫദ്ക, എങ്കിൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കും. യഹ്ഫദില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. തജിദുഹു തുജാഹക്, അവനെ നിനക്ക് മുന്നിൽ കാണാം എന്ന് പറഞ്ഞാൽ അവന്റെ സഹായം, അവന്റെ മാർഗദർശനം നിനക്ക് മുന്നിൽ കാണാം. നീ കുടുങ്ങി പോവുകയില്ല. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. ആ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണിത്. എന്ത്? ഫറജ്, തുറവി, വഴി എവിടെയാണുള്ളത്? കർബിന്റെ കൂടെയാണ്. പ്രയാസത്തിന്റെ കൂടെ ഒരു തുറവി ഉണ്ടാകും, ഒരു എളുപ്പമുണ്ടാകും, ഒരു പോംവഴി ഉണ്ടാകും. അതുപോലെ പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. അതിന് സമാനമായൊരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നോക്കൂ നിങ്ങൾ, രണ്ടായത്തിലും ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഉസ്റിന് അല്ലാഹു അലിഫും ലാമും ചേർത്തിട്ടാണ് പറഞ്ഞത്. യുസ്റിനോ അലിഫും ലാമും പറഞ്ഞിട്ടില്ല. അലിഫും ലാമും ചേർത്ത് പറഞ്ഞതിനെ എന്താണ് പറയാ? അത് താരീഫാക്കിയിട്ടുണ്ടായില്ലേ? അത് താരീഫ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അലിഫ്ലാം പറയാതെ തൻവീന് കൊണ്ട് പറഞ്ഞതിന് അത് നെക്കിറയായിട്ടാണ് അതിനെ പറഞ്ഞത് എന്നാണ് പറയുക. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? രണ്ടായത്തിലും പ്രയാസത്തിന് അല്ലാഹു അലിഫ്ലാം ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അലിഫ്ലാം ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നോക്കിങ്ങള്, വലതുൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എന്നാണ് അതിന്റെ അർത്ഥം. വലതുൻ വ വലതുൻ, ഒരു കുട്ടി. വ വലതുൻ എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു കുട്ടി എന്നാവും അർത്ഥം. അതേസമയം അൽ വലത് പറഞ്ഞാൽ ആ കുട്ടി എന്നാണ്. അത് വീണ്ടും പറഞ്ഞാലും എന്താണ്? ആ പറഞ്ഞ ആളെ തന്നെയാണ് വീണ്ടും പറയുന്നത്. മനസ്സിലായോ? വീണ്ടും അലിഫ്ലാം ചേർത്തിട്ട് പറഞ്ഞാൽ അപ്പറഞ്ഞ കുട്ടിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം നെക്കിറയായി പറഞ്ഞാലോ വലതുൻ വലതുൻ എന്ന് പറഞ്ഞാൽ വേറെ വേറെ ആണ്, രണ്ടും വേറെ വേറെ. അത് ഒരു കുട്ടി മറ്റൊരു കുട്ടി എന്നാണ് അതിന്റെ അർത്ഥം. ഇംഗ്ലീഷിൽ നമ്മൾ ഏന്ന് ചേർത്ത് പറയില്ലേ, എ ബോയ് എന്ന് പറയില്ല, അതാണ് വലതുൻ. അതേസമയം അൽ വലത് പറഞ്ഞാലോ ദ ബോയ് എന്ന് പറയില്ല. എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളാണ്, ഒരു കുട്ടി എന്നതാണ് അറബിയിൽ ഈ പ്രയോഗം. വലതുൻ എന്ന് പറയുന്നതും അൽ വലതു എന്ന് പറയുന്നതും. യുസ്റിനെ പ്രയാസത്തിന് അള്ളാഹു അലിഫ്ലാമ് ചേർത്ത് താരീഫ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. യുസ്റിനെ എളുപ്പത്തിന് അള്ളാഹു നെക്കിറയാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ്? യദുല്ലു അലാ അന്നഹു വാഹിദ്. ആ പ്രയാസം ഉണ്ടല്ലോ അത് ഒറ്റൊന്നാണ്. രണ്ടായത്തിലും പറഞ്ഞ പ്രയാസം ഒന്നാണ്. വതൻകീറുൽ യുസ്ർ യദുല്ലു അലാ തക്റാരിഹി. എളുപ്പത്തിന് അള്ളാഹു നെക്കിറയാക്കി പറഞ്ഞത് എന്താണ് സൂചിപ്പിക്കുന്നത്? അത് രണ്ടാണ്.
ഒരായത്തിൽ പറഞ്ഞ എളുപ്പമല്ല അടുത്ത ആയത്തിലുള്ളത്. ഫലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റൈൻ. ഇത് ഞാൻ പറഞ്ഞു സഹാബികളുടെ വാക്കാണിത്. സാരി ഇവിടെ എടുത്തു കൊടുത്തു മാത്രം. എന്താണത്? ലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റൈൻ. എളുപ്പം ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, പ്രയാസം എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. ഒരു പ്രയാസത്തിന് രണ്ട് എളുപ്പത്തിനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഒരു പ്രയാസത്തിന് രണ്ട് എളുപ്പത്തെ തോൽപ്പിക്കാൻ സാധിക്കുക. രണ്ട് എളുപ്പമാണ് അള്ളാഹു പറഞ്ഞത്, പ്രയാസത്തിനെ ഒറ്റൊന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല മറ്റൊരു സൂചനയുണ്ട് അലിഫ് ലാം ചേർത്ത് പറഞ്ഞാൽ. നമുക്ക് അള്ളാഹുവിന്റെ കിതാബിൽ ഓരോ ഹർഫിനും അൽഫു ഫായിദ, 1000 ഗുണപാഠങ്ങൾ വേണമെങ്കിൽ മനസ്സിലാക്കുന്നവന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹു പറഞ്ഞ ഒരു ഹർഫിൽ നിന്ന്, ഒരൊറ്റ അക്ഷരത്തിൽ നിന്ന്. അള്ളാഹുവിന്റെ കിതാബിന്റെ പ്രത്യേകതയാണ്. സുബ്ഹാനല്ലാഹ് വല്ലാഹു അക്ബർ. വഫീ തഅരീഫിഹി ബിൽ അലിഫി വല്ലാം, അതിനെ അലിഫ് ലാം ചേർത്ത് പറഞ്ഞതിൽ മറ്റൊരു സൂചനയും കൂടിയുണ്ട്. അദ്ദാല്ലതു അലൽ ഇസ്തിഗ്റാഖ് വൽ ഉമൂം. എല്ലാ ഉസ്റും പെട്ടു അതിൽ. ഏത് നിലക്കുള്ള ഉസ്റും അതിൽ പെട്ടു. يدل على أن كل عسر وإن بلغ من الصعوبة ما بلغ فإنه في آخره التيسير ملازم له. പ്രയാസം അത്ര അതിന്റെ ഏത് ഡിഗ്രിയിൽ അത് എത്തിയാലും ശരി, അതിന്റെ അവസാനം എന്തുണ്ടാവും? എളുപ്പമുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാത്രം എടുത്തു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും നിങ്ങൾക്ക് നോക്കിയാൽ അത് കാണാം. പ്രയാസം കഴിഞ്ഞ് അള്ളാഹു ഇത് തുറന്നു കൊടുക്കുന്നത്, അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നത് കാണാം. പോട്ടെ, എല്ലാ മുഅ്മിനുകൾക്കും ഇൻഷാ അള്ളാഹ് അങ്ങനെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസത്തിന് ശേഷം എളുപ്പമുണ്ടാക്കി കൊടുക്കും. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത്ര കാലമാണ് അള്ളാഹു പരീക്ഷിച്ചത്. 16 വർഷങ്ങളോളം, 19 വർഷങ്ങളോളം, രണ്ടിലൊന്നാണ്. അള്ളാഹു അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷിച്ചു, രോഗം കൊടുത്തു. അള്ളാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പരീക്ഷിച്ചു. എല്ലാവരും ഒഴിവാക്കിപ്പോയി അയ്യൂബ് നബി. ശരീരത്തിൽ പുറത്തും അകത്തുമായി ആകെ ഒരു അവയവം മാത്രമേ രോഗം ബാധിക്കാതെ ഉണ്ടായിരുന്നുള്ള കൽബ് മാത്രം. ശരീരത്തിന്റെ അകത്തും പുറത്തുമായിട്ട് ഒരൊറ്റ അവയവത്തിന് മാത്രമേ രോഗം ബാധിക്കാതിരുന്നിട്ടുള്ളൂ, കൽബ്. വ്രണം വന്ന് പൊട്ടുന്ന അങ്ങനത്തെ രോഗം. ഭാര്യ മാത്രമാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവസാനം വരെ നോക്കിയത്. അവസാനം വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത്. അതിന് കാരണമായ ചില സംഭവങ്ങളുണ്ട്, മുമ്പ് ചില ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം എല്ലാം തിരിച്ചു കൊടുത്തു. ആരോഗ്യവും കുടുംബവും സമ്പത്തും മക്കളെയും ഒക്കെ അള്ളാഹു ഇരട്ടിയായി ദുനിയാവിൽ വെച്ച് തന്നെ തിരിച്ചു കൊടുത്തു. അതാണ് അള്ളാഹു അള്ളാഹു എളുപ്പമാക്കി തന്നാൽ അങ്ങനെയാണ്. അള്ളാഹു എളുപ്പമാക്കി തന്നാൽ അങ്ങനെയാണ്. പ്രയാസം ഉണ്ടായതേ നമ്മൾ മറന്നുപോകും. അങ്ങനെ ഒരു പ്രയാസത്തെ കുറിച്ച് നമ്മൾ മറന്നുപോകുന്ന നിലക്കുള്ള എളുപ്പമാണ് ഇൻഷാ അള്ളാഹു ഉണ്ടാക്കി തരിക. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇതിന് തെളിവാണ്. മാത്രമല്ല തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ വറഫഅനാ ലക ദിക്റക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തി അള്ളാഹു ഉയർത്തിയത് ഈ യുസുറിൽപ്പെട്ടതാണ്. ഈ എളുപ്പത്തിന്റെ ഭാഗമാണത്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ശേഷം എന്താണ് അടുത്ത ആയത്ത്? ഫഇദാ ഫറഗ്ത ഫൻസബ്. ഫഇദാ ഫറഗ്ത, നീ ഫറാഗായാൽ, നീ ഒഴിവായാൽ, ഫൻസബ്, നീ അധ്വാനിക്കുക. സഅദ് പറയുന്നു സുമ്മ അമറ അല്ലാഹു റസൂലഹു അസ്ലൻ വൽമുഅ്മിനീന തബഅൻ. അല്ലാഹു ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നബിയോടുള്ള എല്ലാ കൽപ്പനയും ആർക്കും ബാധകമാണ്? മുഅ്മിനുകൾക്കും ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമാണ് ആ കാര്യം എന്ന് സൂചിപ്പിക്കുന്ന വേറെ തെളിവ് വന്നാലല്ലാതെ. ഖുർആനിൽ ഒരു കാര്യം അള്ളാഹു നബിയോട് കൽപ്പിച്ചാൽ അതിന്റെ അസൽ എന്താണ്? നമുക്കും ബാധകമാണെന്ന്. പിന്നെ റസൂലുള്ളാഹിക്ക് മാത്രമാണത് എന്നതിന് പ്രത്യേകം തെളിവ് വരണം, എന്നാലേ അങ്ങനെ കൂട്ടാൻ പാടും. അല്ലെങ്കിൽ അതൊക്കെ നമുക്കും ബാധകമായിട്ടാണ് കൂട്ടേണ്ടത്. അതാണ് അസൽ, അടിസ്ഥാനം. അള്ളാഹു നബിയോടും പിന്നെ മുഅ്മിനുകളോടും കൽപ്പിച്ചു ബിശുക്രിഹി, അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ, വൽ ഖിയാമി ബിവാജിബി നിഅമിഹി, അള്ളാഹുവിന്റെ അനുഗ്രഹം എന്താണോ വാജിബാക്കുന്നത് ആ കാര്യം ചെയ്യാൻ. അള്ളാഹു ഒരു അനുഗ്രഹം തന്നാൽ ആ അനുഗ്രഹം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വാജിബാക്കുന്നുണ്ട്, അത് ചെയ്യാൻ. ഫഖാല ഫഇദാ ഫറഗ്ത ഫൻസബ്, അള്ളാഹു പറഞ്ഞു നീ ഒഴിവായാൽ നീ അധ്വാനിക്കുക. ഐ ഇദാ തഫറഗ്ത മിൻ അശ്ഗാലിക്
ولم يبق في قلبك ما يعوقه فاجتهد في العبادة والدعاء. എന്തിനാണ് അധ്വാനിക്കേണ്ടത്? ഇബാദത്തിലും ദുആയിലും. ഇബാദത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ദുആ. നോക്കൂ നിങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ അശ്ശദാഇദി വൽ കർബ് ഫൽയുക്സിർ അദ്ദുആ ഫിർറഖാ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹു ദുആക്ക് ഉത്തരം നൽകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, എങ്ങനെ പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള സമയത്ത് അള്ളാഹു ദുആക്ക് ഉത്തരം നൽകണം എന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയുക്സിർ, അവൻ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ, അദ്ദുആ പ്രാർത്ഥന ഫിർറഖാ, സൗഖ്യമുള്ള ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത സമയത്ത്. അപ്പൊ ധാരാളമായി ദുആ ചെയ്യുക. അള്ളാഹു പ്രയാസമുള്ള സമയത്ത് സഹോദരൻ നിന്റെ ദുആ സ്വീകരിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് ഖൽബ് ഒഴിഞ്ഞിട്ട് നമസ്കാരം പോലുള്ള ഇബാദത്തിലേക്ക് വരിക എന്നുള്ളത്. ഭക്ഷണം കൊണ്ടുവച്ചാൽ ഇഖാമത്ത് കൊടുത്തു, എന്നാൽ അത് കഴിച്ചിട്ട് എന്തിനു കൊണ്ടുള്ളൂ? നിസ്കരിക്കാൻ കൊണ്ടുള്ളൂ. അതുപോലെ ഒരാൾക്ക് ടോയ്ലറ്റിൽ പോകാൻ മുട്ടി, മൂത്രമൊഴിക്കാനോ കക്കൂസിൽ പോകാനോ തോന്നിയാൽ അത് ചെയ്തിട്ടാണ് നമസ്കരിക്കാൻ വരേണ്ടത്. ഇത് പറയുന്ന ബാബിലാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കൊടുത്തിട്ടുള്ളത്. അതെന്താ? എപ്പോ ഒരാൾക്ക് ഇങ്ങനെ ആയാൽ ശരിയാവോ? നിസ്കരിക്കുന്ന നേരത്ത് തന്നെ അയാൾക്ക് എല്ലാ ജോലിയും, എല്ലാ അയാളുടെ പണിയും അയാൾക്ക് മുന്നിലേക്ക് വരുന്നത് നിസ്കാരത്തിന്റെ നേരത്തായാൽ അത് ശരിയാണോ? അല്ല. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിൻ ഫിഖ്ഹിൽ മർ, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസർ ഇമാം ബുഖാരി കിതാബുൽ അദാനിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിൻ ഫിഖ്ഹിൽ മർ, ഒരു മനുഷ്യന് നല്ല ഫിഖ് ഉണ്ട് എന്നതിനുള്ള തെളിവാണ്, അല്ലെങ്കിൽ അതിൽപ്പെട്ടതാണ് ഇഖ്ബാലുഹു അലാ ഹാജതിഹി, അയാളുടെ ആവശ്യങ്ങളൊക്കെ തീർക്കുക. ഹത്താ യുഖ്ബില അലാ സ്വലാത്തിഹി വഖൽബുഹു ഫാരിഗ്, എങ്ങനെ ആവശ്യങ്ങളൊക്കെ തീർത്ത് നിസ്കാരത്തിന് വരുമ്പോൾ അവന്റെ കൽബ് ഫാരിഗായിരിക്കണം. കൽബ് ഒഴിഞ്ഞവനായി, ഒരു ശുഗലും മനസ്സിലില്ലാത്ത നിലക്ക് എല്ലാം തീർത്തിട്ട് നിസ്കാരത്തിന് സ്ഥിരമായി വരിക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഫിഖ്ഹിൽപ്പെട്ടതാണ്. അത് നല്ല ഫിഖ്ഹുള്ള ആളാണ് എന്നതിന്റെ തെളിവാണത്. ഇത് കൊടുത്തിട്ടാണ് ഇമാം ബുഖാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസ് കൊടുത്തിട്ടുള്ളത്, ഇദാ വുദിഅ അൽ അശാ വഉഖീമത്തിസ് സ്വലാത്ത് ഫബ്ദഉ ബിൽ അശാ. ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു, നിസ്കാരത്തിന് ഇഖാമത്തും കൊടുത്തു, നിങ്ങൾ ഭക്ഷണം ആദ്യം കഴിച്ചോളൂ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇത് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം തന്നെ എന്താ? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭക്ഷണത്തിന്റെ ചിന്തയോ അല്ലെങ്കിൽ നമ്മുടെ ഖദാ ഹാജ, ആവശ്യം തീർക്കുന്നതിന്റെ ചിന്തയോ ഉണ്ടാകാൻ പാടില്ല. അത് അതിന്റെ സമയത്ത് നമസ്കാരത്തിന്റെ സമയത്തിന് ഒപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, നമ്മളെ ഇബാദത്ത് ചെയ്യാനാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ അതിനുവേണ്ടി സെറ്റ് ചെയ്യാം. ഇബാദത്തിന് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് കണക്കായി ക്രമീകരിക്കുക. അതാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, പരലോക ചിന്തയുള്ള ഒരു മനുഷ്യൻ ചെയ്യുക. നീ ഒഴിഞ്ഞാൽ നീ അധ്വാനിക്കുക, ദുആ ചെയ്തുകൊണ്ട്, ഇബാദത്ത് ചെയ്തുകൊണ്ട്. വഇലാ റബ്ബിക ഫർഗബ്, നീ നിന്റെ റബ്ബിലേക്ക് മാത്രം എന്താണ് റഗബ്, ആഗ്രഹിച്ച് പ്രതീക്ഷ വെച്ച് ചെല്ലുക. റഗബൻ വറഹബ, ദുആയെ കുറിച്ച് പറഞ്ഞില്ലേ, ആഗ്രഹിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും. സഅദ് പറയുന്നു, വഇലാ റബ്ബിക വഹ്ദഹു ഫർഗബ്, നിന്റെ റബ്ബിലേക്ക് മാത്രം നീ ആഗ്രഹിച്ചു ചെല്ലും. വഇയ്യായ ഫർഹബൂൻ, ബനൂ ഇസ്രായേലരോട് അല്ലാഹു പറഞ്ഞില്ലേ, വഇയ്യായ ഫർഹബൂൻ, നിങ്ങൾ എന്നിൽ നിന്ന് മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കുക. ഐ അഅ്ളമർ റഗ്ബ, അങ്ങേയറ്റത്തെ പ്രതീക്ഷ, ഫി ഇജാബത്തി ദുആഇക് വഖബൂൽ ഇബാദാതിക്, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കാൻ, നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരും തന്നെ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മഗ്ഫിർലി ഇൻ ശിഅ്ത, അല്ലാഹുമ്മ അർഹംനി ഇൻ ശിഅ്ത, അല്ലാഹു നീ ഉദ്ദേശിച്ചാൽ എനിക്ക് പുറത്തു തരണേ, നീ ഉദ്ദേശിച്ചാൽ എനിക്ക് റഹ്മത്ത് തരണേ എന്ന് ചോദിക്കരുത്. വലാകിൻ യഅ്സിമുൽ മസ്അല, മറിച്ച് ഉറപ്പിച്ച് ചോദിക്കണം. അല്ലാഹു ഉദ്ദേശിച്ചാലേ തരുള്ളൂ, അത് നമ്മൾ പറയേണ്ട കാര്യമല്ല. അല്ലാഹു ഉദ്ദേശിച്ചാലേ തരികയുള്ളൂ. മറിച്ച് നമ്മൾ അങ്ങേറ്റം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹു തരണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. അങ്ങനെയാണ് ചോദിക്കേണ്ടത്.
ഏറ്റവും വലുതാണ് ചോദിക്കേണ്ടത്. ഫിർദൗസ് ചോദിക്കാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സ്വർഗം ചോദിക്കുമ്പോൾ ഏതാണ് ചോദിക്കാൻ പറഞ്ഞത്? ഏറ്റവും വലുതാണ് ചോദിക്കാൻ പറഞ്ഞത്. നബിമാര് വലിയ വലിയ ആളുകളൊക്കെ പോകുന്ന ആ സ്ഥാനമാണ് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങേറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. നീ മടിക്കരുത്. നീ ചെയ്ത തെറ്റുകളെ ഓർത്ത് അള്ളാഹു എന്റെ ദുആ സ്വീകരിക്കുമോ എന്ന് വിചാരിക്കരുത്. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പോലെ. കാരണം എന്താണ്? فإن الله تعالى قد أجاب دعاء شر خلقه إبليس إذ قال ربي أنظرني إلى يوم يبعثون قال فإنك من المنظرين. കാരണം പടപ്പുകളിൽ ഏറ്റവും വൃത്തികെട്ടവനായ ഇബ്ലീസിന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്തിട്ടുണ്ട്. അള്ളാഹു എനിക്ക് സമയം നീട്ടി തരണേ. അള്ളാഹു തന്നെ പറഞ്ഞു, നീ സമയം നീട്ടപ്പെട്ടവനാണ്. പിന്നെന്തിന് നിന്റെ തെറ്റുകളെ ഓർത്ത് നീ ദുആ ചെയ്യാതിരിക്കണം? സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്കാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരോട് ദുആ ചെയ്യണേ എന്ന് പറയാൻ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളത്. ജായിസാണ് ഒരാളോട് നിങ്ങൾ എനിക്കൊന്ന് ദുആ ചെയ്യണമെന്ന് പറയാൻ അനുവദനീയമാണ്. ചിലപ്പോൾ അയാൾക്ക് അതിന്റെ പ്രയോജനം ലഭിച്ചേക്കും. സ്വാലിഹായ ഒരാൾ നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ. പക്ഷേ ചോദിക്കാതിരിക്കലാണ് അഫ്ദൽ. അത് സ്ഥിരമായി പറയാൻ തെറ്റ് തന്നെയാണെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ എപ്പോ പറഞ്ഞാൽ ദ്വാരക മുറിക്കല്ലേ എന്ന് ഒരിങ്ങനെ സ്വിച്ചിട്ടതുപോലെ ഇങ്ങനെ പറയാറുണ്ട്. അത് ശരിയല്ല. അങ്ങനെ ചോദിക്കാതിരിക്കലാണ് അഫ്ദൽ. ജായിസാണ്. ഒരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടൽ അനുവദനീയമാണ്. അത് തവസ്സുലിന്റെ 3 ഇനങ്ങളിൽ ഒന്നാണ്. പക്ഷേ ചോദിക്കാതിരിക്കലാണ് അഫ്ദൽ. അള്ളാഹുവിനോട് നേരിട്ട് ദുആ ചെയ്യുക. കാരണം അള്ളാഹു ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان. ദുആ ചെയ്യുന്നവൻ എന്നെ വിളിച്ച് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം നൽകും. അമ്മ യുജീബുൽ മുസറ ഇദാ ദആ. അല്ലാഹു ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്. അതുകൊണ്ട് ദുആ ചെയ്യുക ആരായാലും. أعظم الرغبة في إجابة دعائك وقبول عباداتك. നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ പ്രതീക്ഷ നീ നിന്റെ റബ്ബിൽ മാത്രം അർപ്പിക്കുക. ولا تكن നീ പെട്ടുപോകരുത് ممن إذا فرغوا وتفرغوا لعبوا وأعرضوا عن ربهم وعن ذكره. ചില ആളുകളെ പോലെ നീ ആവരുത്. അവർ ഒഴിവായാൽ ഫ്രീ ആയാൽ അവർ എന്താണ് ചെയ്യുക? അവർ കളിക്കും, അവര് രസിക്കും. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നവർ വിട്ടുപോകും. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഒരിക്കൽ നമ്മൾ വിട്ടുപോകരുത്. മറിച്ച് എന്തെങ്കിലും വിനോദത്തിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരിക്കണം? കൂടുതൽ ഉന്മേഷം കിട്ടാനാണ്. ഒന്നിൽ തന്നെ ചടഞ്ഞിരുന്ന് നമുക്ക് മടുപ്പ് തോന്നുമ്പോ കുറച്ചെന്തെങ്കിലും വിനോദത്തിൽ ഏർപ്പെടുന്നത് എന്തിനു വേണ്ടിയാകണം? നല്ല ഇബാദത്ത് ചെയ്യാൻ, അടുത്ത ഇബാദത്തിൽ നല്ല ഉന്മേഷം വീണ്ടും ഉണ്ടാകാനാണ്. അതുകൊണ്ടാണ് ഒന്ന് തന്നെ ഒരു ഒറ്റ കിതാബ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോ മടുപ്പ് തോന്നും. അപ്പോ അത് അടച്ചു വെച്ചിട്ട് എന്തെങ്കിലും ഒരു വിനോദത്തിൽ ഒരാൾ ഏർപ്പെടുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? നല്ല ഉന്മേഷത്തിൽ വീണ്ടും അത് വായിക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഉന്മേഷം, നമ്മുടെ വിനോദങ്ങൾ. മനസ്സിലായല്ലോ? അതല്ലാതെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നമ്മൾ തെറ്റിച്ചു കളയുന്ന വിനോദങ്ങൾ അത് പാടില്ലാത്തതാണ്. ഫതകൂന മിനൽ ഖാസിരീൻ. അങ്ങനെ ആയാൽ നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ഇത്രയുമാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയാനുള്ളത്. ചില പണ്ഡിതന്മാർ ഈ അവസാനത്തെ ആയത്തുണ്ടല്ലോ, ഫൈദാ ഫറഗ്ത ഫൻസൗ ഇലാ റബ്ബിക ഫർഗബ്, നീ ഒഴിഞ്ഞാൽ നീ അധ്വാനിക്കുക, നീ ദുആ ചെയ്യുക എന്ന കാര്യം ഫർദ് നമസ്കാരത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം ദുആ ചെയ്യാൻ ഈ ആയത്തിൽ സൂചനയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അത്ര ശരിയായ വിശദീകരണമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദ് നമസ്കാരത്തിൽ ദുആ ചെയ്തത് എപ്പോഴാണ്? സലാം വീട്ടുന്നതിന് മുമ്പ്. ഒരുപാട് ദുആ നിങ്ങൾ ഷെയ്ഖ് അൽബാനിയുടെ സിഫത്തു സ്വലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന തക്ബീർ ഇല തസ്ലീം കഅന്നക തറാഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം എന്ന് പറഞ്ഞ് മലയാളത്തിലുണ്ട്. ഒരുപാട് ദുആ കൊടുത്തിട്ടുണ്ട്. അത്തഹിയാത്തിന് ശേഷം, തഹിയാത്ത് പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആയിൽപ്പെട്ടതാണ്. വേറെയും ഒരുപാട് ദുആ ഉണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സലാം വീട്ടുന്നതിന് മുമ്പാണ് അതൊക്കെ. മനസ്സിലായല്ലോ? അല്ലാതെ സലാം വീട്ടിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദിന് ശേഷം ദുആ ചെയ്തതിന്
തെളിവില്ല. ദിക്റാണ് ചെയ്തിട്ടുള്ളത്, ദിക്റുകളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫർദിന് ശേഷം നബി അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത് ദുബുറ കുല്ലി സലാത്തിൻ മക്തൂബാത്ത് എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ദുബുർ എന്ന് പറഞ്ഞാൽ പിന്നാലെ എന്നാണ് അതിന്റെ അർത്ഥം. അതിന് പണ്ഡിതന്മാരൊക്കെ വിശദീകരണം പറഞ്ഞിട്ടുള്ളത് സലാം വീട്ടുന്നതിന് മുമ്പ് പിന്നിൽ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് എന്നൊക്കെ തുടങ്ങുന്ന അത്തഹിയാത്തും സലാത്തും ഒക്കെ ചെയ്തതിന് ശേഷം ഉള്ള ദുആ. അതിൽപ്പെട്ടതാണ് സ്വർഗത്തിൽ നരകത്തിൽ നിന്നും മസീഹ് ദജ്ജാലിൽ നിന്നും ഒക്കെ ഉള്ള രക്ഷ തേടൽ. വേറെയും ഒരുപാട് ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക് എന്നൊക്കെയുള്ള ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി എന്ന് തുടങ്ങുന്ന ദുആ. ഒരുപാട് ദുആ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമ്മൾ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.